ഒളിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് ഒരു ഇതുപോലെ ഒരു സൈക്കോസെക്ഷൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. അതിലുണ്ട് അവന് ഞരമ്പ് രോഗമാണ്, അല്ലാതെ നിങ്ങൾ പറയുന്ന മാതിരിയുള്ള പ്രശ്നമൊന്നും അവനില്ലാതെ 2 തല്ല് കിട്ടിയാൽ തീരുന്നു. കപ്പിനൊക്കെ പറ്റി പറയുന്ന പെണ്ണുങ്ങളെ മാത്രം പിടിക്കാനായി കുറെ കമ്പ്യൂട്ടേഴ്സ്, ഒരു 10-20 പേര് എല്ലാത്തിലും കാണാം. അവർക്ക് അവരുടെ ഒരു സുഖം. ഒരുപാട് ആൾക്കാർ പറയും നിനക്ക് നാണമില്ലേ, നീ സ്ത്രീയല്ലേ, പെണ്ണല്ലേ, സെക്സ് പറയാൻ പറ്റുമോ? ഇത്തരം ആൾക്കാർ എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും വീഡിയോസ് ചെയ്യാറുണ്ട്. റിവ്യൂ വീഡിയോയിലാണെങ്കിൽ പോലും ഞാനത് കരുത്തി ശ്രദ്ധിച്ച് അവരാർക്കും ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ, അപ്പം ഞാൻ വല്ല കാർഡിയോളജി ഡോക്ടർ ആയിരുന്നെങ്കിൽ ആൾക്കാർ മാഡമാണ് എന്നെ സർജറി ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഏരിയ ആയതുകൊണ്ട് ആരും പറയൂലല്ലോ. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. നമ്മളെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, സിമിലർ എക്സ്പീരിയൻസ് ആണ്. ബയോളജിയിൽ അതിലെ ഒട്ടുമിക്ക മിസ്സുമാർ ആ ചാപ്റ്റർ എടുക്കൂല. അതെ 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 പറയാനും അതെനിക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സംഗതികളായിരിക്കും. സെക്സ് എന്ന് കേൾക്കുമ്പോഴേക്ക് അതിന് വേറൊരു അതെ അതെ എന്താ പറയുക മീനിങ് കൊടുക്കും. ഡബിൾ മീനിങ് ആണല്ലോ. അതെ 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 അതെ. സാഡിസ്റ്റ് സാഡോമാസോക്കിസം ഒക്കെ ഉണ്ട്. രണ്ട് ടൈപ്പ്. സാനിറ്ററി പാഡ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ സാനിറ്ററി പാഡ് മേടിക്കുന്ന ആൾ മാത്രം അവിടെ നിൽക്കുന്നുണ്ടാവും. എല്ലാവരും പോയിട്ട് വേണം ഇത് പറയാൻ, സ്റ്റേ ഫ്രീ അല്ലെങ്കിൽ വിസ്പർ എന്ന് പറയണമെങ്കിൽ അവിടെ മുന്നിലുള്ള എല്ലാവരും പോകാൻ വേണ്ടി വരും. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത് നമ്മുടെ ആബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലുള്ള സൈക്കോ സെക്ഷൽ പാനലിലുള്ള സൈക്കോളജിസ്റ്റുമാരായ കുറച്ച് ആളുകളെയാണ്. നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അമീന മാം, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നാജിയ മാം, അനഘ മാം, അഭിനന്ദ് സർ. നമ്മൾ എല്ലാവരും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളാണ്. നമുക്കിപ്പോൾ ഒരു പനിയോ തലവേദനയോ എന്ത് തന്നെ വന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ നമുക്ക് മാനസികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, എസ്പെഷ്യലി സെക്ഷലായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ അങ്ങനെ ഡോക്ടർമാരെ പോയി കാണുന്നതും വളരെ റെയറാണ്. അതുപോലെ തന്നെ നമുക്ക് മടിയാണ് പോവാണ് എന്ന് പറയാനായിട്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സൈക്കോ സെക്ഷൽ എന്നുള്ള ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന 4 പേരാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് മാമിന് എന്താണ് പറയാനുള്ളത്? മാം 2016 മുതൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് വരികയാണ്. ഇപ്പോൾ 8 വർഷത്തോളമായി. എന്താണ് മാമിന് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാടിനെ പറ്റിയിട്ട് മാമിന് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സൈക്കോളജിക്കൽ സെക്ഷുവൽ മെഡിസിൻ്റെ അല്ലെങ്കിൽ സൈക്കോസെക്ഷൽ മെഡിസിൻ്റെ ചെയ്യണം എന്ന് വിചാരിച്ച ആളൊന്നുമില്ല. പിന്നെ അങ്ങനെ ആയി അങ്ങനെ പേഷ്യൻസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ സെക്ഷൽ പേഷ്യൻസിനൊക്കെ കാണുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ മൗത്ത് പബ്ലിസിറ്റി പോലെയല്ലേ പറയുക. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ചിലപ്പോഴൊക്കെ അങ്ങനെ പേഷ്യൻസ് വരുമ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ, ഒരു മൂഡ് ഡിസോർഡറിൽ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞ് ഇതാ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, അവർ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റും എന്നൊക്കെ അറിയുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ എവിടെയോ ഒരു സമയത്ത് എത്തിയപ്പം സെക്ഷൽ ഏരിയാസിൽ അങ്ങനെ കൂടുതൽ നമ്മളെ സിലബസിലൊന്നും വലിയ ഇത് പറഞ്ഞിട്ടില്ല. കുറേ സൈക്കോളജിസ്റ്റുമാർക്കൊന്നും അത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഇൻറ്റേൺഷിപ്പിനൊന്നും പോകുമ്പോൾ അങ്ങനെ സെക്ഷൽ മെഡിസിൻ്റെ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ പഠിക്കുന്ന സമയത്തിലേ ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ സെക്ഷൽ മെഡിസിൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഇൻറ്റേൺഷിപ്പിനൊക്കെ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഒക്കെ വന്നപ്പോൾ കഴിഞ്ഞ സാധനങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പേഷ്യൻറ്റിന് തരുമ്പോൾ സെക്ഷൽ പേഷ്യൻസിനെ കിട്ടാനേ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് ഇങ്ങനെ വിളിച്ച് പറയുമായിരുന്നു ഫ്രണ്ട്സിനൊക്കെ, അവിടെ എവിടെയെങ്കിലും സെക്ഷൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് വിടണേ, എനിക്ക് ആ ഏരിയയിലൊക്കെ ഒന്ന് എക്സ്പെർട്ടൈസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വജനസ്മസ് പേഷ്യൻസ് ഒക്കെ ഞാൻ അതിനെപ്പറ്റി തെറാപ്പിയൊക്കെ ശരിക്കും പഠിച്ച് റെഡിയായൊക്കെ, പക്ഷെ പേഷ്യൻറ്റ് വേണ്ടേ, ഇത് ചെയ്ത് മാറ്റി കാണിച്ചു കൊടുക്കണം, നമുക്കൊരു ഇത് വേണ്ടേ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പറഞ്ഞു, അവിടെ എവിടെയെങ്കിലുമൊക്കെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റുമാരായ ഫ്രണ്ട്സിൻ്റെ ഇങ്ങോട്ട് വിടണേന്ന് പറഞ്ഞപ്പോൾ എവിടെയും അങ്ങനെയൊന്നും സെക്ഷൽ പേഷ്യൻസ് ഒന്നും ഞങ്ങളുടെ ക്ലിനിക്കിൽ വരാറില്ല എന്നാണ്. അപ്പോൾ ആളുകൾക്ക് ഇത് ഇങ്ങനെ പറയാനുള്ള ഒരു മടി കൊണ്ടാണെന്ന് മാം. അല്ല, അത് ആദ്യം മനസ്സിലായിട്ടില്ല ഫസ്റ്റ്. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു എന്നോട്, അതൊരു വീഡിയോ ചെയ്യേ, എന്നിട്ട് ഈ ഇങ്ങനത്തെ ഡിസോർഡറുകളൊക്കെ ഉണ്ടെന്നൊക്കെ ആൾക്കാർ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ. ക്യാമറ വരുമ്പോൾ ആകെ കൂടെ മുഖമൊക്കെ റെഡായി ശരിക്കും ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്ത് ആദ്യം തന്നെ ചെയ്യുന്ന മാസ്റ്റർബേഷൻ ഗിൽറ്റ് ഉള്ള ഒരാളുടെ കേസ് ഡയറി, ആളുടെ പേരും വിവരം ഒന്നും പറയാതെ ഐഡൻറ്റിറ്റി ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ഡിസ്ക്ലെയിമറൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത്. ആ വീഡിയോ കുറച്ച് പോയി. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യം കയറിപ്പോയത് ആ വീഡിയോ ഒന്നുമല്ല, ഒരു ബുദ്ധിമാന്ദ്യമുള്ള ആളെ പറ്റിച്ച് കല്യാണം കഴിപ്പിച്ച കുറേ ഇഷ്യൂസുകൾ ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം കയറിപ്പോയി. പിന്നെ ഒരു ദിവസം രാത്രി ഉറങ്ങി രാവിലെ എണീപ്പിച്ചപ്പോഴത്തേക്ക് ചാനലിൻ്റെ പിള്ളേർ വിളിക്കാൻ തുടങ്ങി, ഒന്ന് ചാനൽ വൈറലായിട്ടുണ്ട്, ഒന്നും വിചാരിക്കേണ്ട, 44 വീഡിയോസ് സൈക്കോളജി ഡയറീസിലെ മൂഡ് ഡിസോർഡർ, ഡിപ്രഷൻ, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്, നല്ല പല ഡിസോർഡേഴ്സും ഉണ്ട്. പക്ഷെ അതൊന്നും കയറിപ്പോയിട്ടില്ല. ഈ സെക്ഷൽ ഡീവിയേഷൻ
ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, മാസ്റ്റർബേഷൻ അഡിക്ഷൻ, ഇതിൻ്റെ 3 വീഡിയോ മാത്രം ഇങ്ങനെ കത്തിപ്പോയി അത് മില്യൺസ് ഒക്കെ അടിച്ച് പിന്നെ അങ്ങനെ സെക്ഷൽ പേഷ്യൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഓരോ പേഷ്യൻസ് വരുമ്പോൾ ഇവരെങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നറിയാൻ വേണ്ടി അതിന് വേണ്ടി വേറെ ഞാൻ കോഴ്സ് ചെയ്തു, സെക്ഷൽ മെഡിസിനിൽ എക്സ്പെർട്ട് ആവാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഇതാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ മാം പറഞ്ഞല്ലോ അത്തരം വീഡിയോകൾ ചെയ്തപ്പോൾ ആ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് കത്തിക്കയറുന്നതെന്ന് പറഞ്ഞു. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരേണ്ടതുണ്ട് എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ. അതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ബ്രോഷർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്രോഷർ നോക്കിയ സമയത്ത് കുറേ ഡിസോർഡർ, അപ്പം നമ്മളിതുവരെ കേട്ട് പരിചയം പോലും ഇല്ലാത്തൊരു. അപ്പം ഞാൻ ജസ്റ്റ് മാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു ഒളിഞ്ഞു നോട്ടം എന്ന് പറയണത് ഇതുപോലെ ഒരു സൈക്കോസെക്ഷൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു ഡിസോർഡർ ആണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഇതുവരെ നമ്മൾ എനിക്ക് വായിക്കാൻ പോലും കിട്ടാത്ത കുറേ സാധനങ്ങൾ, ഒരു വലിയ ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ എന്താ പറയുക, അതിനെപ്പറ്റി നിങ്ങളെല്ലാവരും ഓരോ പെർട്ടിക്കുലർ ഡിസോർഡറിലാണോ ചെയ്യുന്നത്? ഇപ്പം ഞാൻ സാറിനോട് ചോദിക്കാം, അഭിനന്ദ് സാർ ഇപ്പം എന്തിലാണ്, അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസീസിലാണോ സാർ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ സെക്ഷൽ ഡീവിയേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ സെക്ഷൽ ഡീവിയേഷൻസ്, അതായത് നോർമൽ സെക്സ് നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ചെയ്തപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ ആദ്യത്തെ വീഡിയോസൊക്കെ ആകുമ്പം നമ്മളത് കമൻറ്റുകൾ ഇങ്ങനെ വായിക്കും. അതിലുണ്ട് അവന് ഞരമ്പ് രോഗമാണ്, അല്ലാതെ നിങ്ങൾ പറയുന്ന മാതിരിയുള്ള പ്രശ്നമൊന്നും അവനില്ലാതെ 2 തല്ല് കിട്ടിയാൽ തീരുന്നു. അതായത് ഒളിഞ്ഞു നോട്ടത്തിനൊക്കെ ഒരു ഞരമ്പ് രോഗം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു സൊസൈറ്റി ചെയ്ത് തുടങ്ങിയ സമയത്താണ് നമുക്ക് അങ്ങനെ മനസ്സിലാവാൻ തുടങ്ങിയത്. ആൾക്കാർ ഇതിനെങ്ങനെയല്ല എടുക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ല. പ്രത്യേകിച്ച് അനഘ മാമിന്റെ വീഡിയോസ് ആരൊക്കെയോ എടുത്ത് വേറെ ചാനലിലേക്കൊക്കെ ഇട്ടിട്ടില്ലായിരുന്നോ? മാമിന്റെ ഏതൊക്കെയോ ചാനലിലേക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് അവിടെ പിന്നെ ഡ്രസ്സിനെ കമന്റ് ചെയ്യാൻ തുടങ്ങി, പല സാധനം. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ സൈക്കോളജിസ്റ്റുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസും നമ്മൾ കാണും. നമ്മൾ സെക്ഷൽ മെഡിസിനിൽ എക്സ്പേർട്ട് എന്ന് വെച്ചിട്ട് നമ്മൾ സെക്ഷൽ മെഡിസിനും കാണും, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് നമ്മളെ എക്സ്പേർട്ട് എന്നല്ല ഞാൻ പറയണത്. എല്ലാ സൈക്കോളജിസ്റ്റുമാരും സെക്ഷൽ സാധനം കാണലില്ല. സാറ് കൂടുതൽ എനിക്ക് തോന്നുന്നു എക്സ്പെർട്ട്, സാറിന് കൂടുതൽ പിന്നെ OCD സാർ കുറേ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒക്കെ നമ്മളിപ്പം സാധാരണ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ് കൂടുതലും നമ്മളിപ്പോ യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോലെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അത് നമുക്കിപ്പം മെഡിസിൻ ഇല്ലാണ്ട് ഇപ്പം സൈക്കോളജി എന്ന് പറയുമ്പോഴും സൈക്യാട്രി എന്ന് പറയുമ്പോഴും ഓരോ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണെന്നുള്ളത്. അപ്പം ഈ മെഡിസിൻ വിത്തൗട്ട് മെഡിസിൻ ആണല്ലോ സൈക്കോളജി എന്ന് പറയുന്നത്, അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അത് വിത്തൗട്ട് മെഡിസിൻ എങ്ങനെയാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെ ഒക്കെയുള്ള ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ എന്ന് ഞാൻ പറയും. അപ്പം അതൊക്കെ എങ്ങനെയാണ് മെഡിസിൻ ഇല്ലാണ്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? ഓക്കെ, നമ്മളിപ്പം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പറയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഏതൊരു സെക്ഷൽ ഡിസ്ഫങ്ഷനും പറയുകയാണെങ്കിൽ അതിൽ 3 കാരണങ്ങളുണ്ട്. ഒന്ന് ഫിസിക്കലാണ്, ഒന്ന് സൈക്കോളജിക്കലാണ്, ഒന്ന് ഹാബിച്വലാണ്. അതായത് നമ്മുടെ ഹാബിറ്റ്സ് കൊണ്ടുവരുന്നത്. ഇതിൽ നമ്മൾ ഫിസിക്കൽ ആണെങ്കിൽ നമ്മൾ മരുന്നാണ് എടുക്കേണ്ടത്. സൈക്കോളജിക്കൽ ആണെങ്കിൽ അതായിട്ടുള്ള സൈക്കോതെറാപ്പി കാര്യങ്ങൾ, സെക്സ് തെറാപ്പി കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഹാബിച്വൽ ആണെങ്കിൽ നമ്മൾ ആ സൈക്കോളജിയുടെ പാർട്ടായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡയറ്റ് പ്ലാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം റീസൺ പിന്നെ റെഫർ ചെയ്യേണ്ടി വരും. അല്ല, നമ്മൾ ചെയ്യുന്നത് സൈക്കോസെക്ഷൽ മെഡിസിൻ ആണ്. അതായത് സൈക്കോളജിന്റെ കാരണം കൊണ്ട്, ഇപ്പൊ പെർഫോമൻസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ആൻസൈറ്റി, ടെൻഷൻ, ഫിയർ കാരണം അവർക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരും. അപ്പോഴാണ് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ സൈക്കോസെക്ഷൽ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവരെ കോൺഫിഡൻസ്, എന്തുകൊണ്ടാണ് അവർക്ക് ആൻസൈറ്റി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഫിയർ, ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അതിന്റെ റൂട്ട് കോസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമ്മളത്. ഇപ്പൊ വെജനസ്മസ് എന്ന് പറയുന്ന ഒരു കേസില് എന്തോ പണ്ട് കേട്ടുമറിഞ്ഞ ആദ്യമായിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നോ വേദനയാവുന്നൊക്കെ കേട്ടുമറിഞ്ഞ എന്തോ സാധനത്തിനെ കൊണ്ടിട്ട് ഇവര് ചെറുപ്പത്തിലൊക്കെ കേട്ടായിരിക്കും. ചിലപ്പോൾ ഭയങ്കരമായി ആരും പേടിപ്പിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കേട്ട ഒരു സാധനത്തിന്മേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്റർകോഴ്സ് ശ്രമിക്കുമ്പോൾ ഇത് നടക്കൂല, ഭയങ്കര പേടിയായിരിക്കും, മൂല ടൈറ്റ് ആക്കും. പക്ഷെ ഫിസിക്കലി അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഇവര് നോർമലായ ആൾക്കാരാണ്, ഒരു പ്രശ്നവുമില്ല. അതിപ്പോൾ നമുക്കൊക്കെയുള്ള വെജനസ്മസ് പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റും ഉണ്ട്, സൈക്യാട്രിസ്റ്റും ഉണ്ട്, ഗൈനക്കോളജിസ്റ്റുമാരായ വരെ വെജനസ്മസ് പേഷ്യൻസുകളുണ്ട്. അപ്പം ഇത് നമുക്ക് മനസ്സിലായതിനെ കൊണ്ടിട്ട് സ്വന്തം ഇന്റെ പേടിയാണെന്ന് മനസ്സിലാക്കി മാറ്റാനൊന്നും പറ്റില്ല. വെജനസ്മസ് പ്രോപ്പർലി സൈക്കോതെറാപ്പി ചെയ്ത്, ഞാൻ മെയിൻലി ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സൈക്കോതെറാപ്പിയാണ്. അത് ചെയ്തിട്ടാണ് കൂടുതൽ പേഷ്യൻസിന് മാറുന്നത്. അപ്പൊ അവര് 19 കൊല്ലം വരെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചില ചാനലിലൊക്കെ പറയുമ്പോൾ അല്ലേ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി ഫാബ്രിക്കേറ്റഡ് ആയിട്ട്
ആയിട്ട് പറയുന്നു എന്നുള്ളത്. മാമിന്റെ ഈ അടുത്തൊരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന്റെ കുറെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് അത് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോയും കയറി 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 ആ വീഡിയോ ഇങ്ങനെ മേലേക്ക് അതെ. അപ്പൊ ഞാൻ നേരത്തെ മാമിലേക്ക് വരാന്ന് പറഞ്ഞൊരു കേസ്, ഇപ്പം മാം പറയുന്ന ഇത്രയും ഡിപ്രഷൻ്റെ, ആങ്സൈറ്റിയുടെ എല്ലാ കൈൻഡ് ഓഫ് വീഡിയോസും ചാനലിൽ ഇപ്പം നിങ്ങളുടെ ആബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിൻ്റെ ഇതിലായാലും എല്ലാത്തിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത് മാത്രം ഇങ്ങനെ കയറി പോണത്? അപ്പൊ മലയാളികളുടെ ഒരു ലൈംഗിക ദാരിദ്ര്യം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആണെന്നാണ് എന്റെ കമന്റ് ബോക്സിലുള്ള എല്ലാ നല്ല ആൾക്കാരും മെയിൻ ആയിട്ട് അവർക്ക് ഒരു സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് എല്ലാ ഇല്ലാത്തത് കൊണ്ടല്ലേ. വീഡിയോയിലും ഈ എന്താ പറയാ, ഈ സെക്ഷുവൽ ഡിസോർഡറിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ, ഇപ്പൊ മെൻസ്ട്രൽ കപ്പിനൊക്കെ പറ്റി പറയുന്ന പെണ്ണുങ്ങളെ മാത്രം പിടിക്കാനായി കുറെ കമന്റേഴ്സ്, ഒരു 10-20 പേര് എല്ലാത്തിലും കാണാം. അവർക്ക് അവരുടെ ഒരു സുഖം ഇങ്ങനത്തെ ആൾക്കാരെ കയറി. പിന്നെ ഒരുപാട് ആൾക്കാർ പറയും, നിനക്ക് നാണമില്ലേ, നീ സ്ത്രീയല്ലേ, പെണ്ണല്ലേ, സെക്സ് പറയാൻ പറ്റുമോ? ഇത്തരം ആൾക്കാർ എന്റെ വീഡിയോസ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വീഡിയോസ് ചെയ്യാറുണ്ട്. എല്ലാവരും കുലസ്ത്രീപരമായിട്ടുള്ള കാര്യങ്ങളും ഇതും കൂടെ അങ്ങോട്ട് മിക്സപ്പ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ മിക്സപ്പ് ചെയ്ത് കുറെ സാധനം നമ്മളെയും കമന്റ് ചെയ്ത് മാക്സിമം ചടപ്പിക്കാൻ പറ്റും. നമ്മളെന്താ വെച്ചാല് നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് കുറെ ആൾക്കാർ നമുക്ക് വരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ ഒരിക്കലും വീഡിയോസ് ചെയ്ത് തുടങ്ങി. ഇത്തരം ആൾക്കാരുണ്ട് എന്ന് ഇത്ര ആൾക്കാർ. മാം ഇപ്പൊ ഒരു കേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കേസിനെ കുറിച്ച് മാം പബ്ലിക്കിന് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ആരോട് ഇത് ഷെയർ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇതിന് എന്താണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു ഇൻഫർമേഷൻ, ഒരു ഐഡന്റിറ്റി ഒന്നും പറഞ്ഞിട്ടല്ല. ഡിസോർഡർ ആ ഒരു കണ്ടീഷൻ മാത്രമാണ് മാം അവിടെ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. പക്ഷേ കണ്ടീഷനും എങ്ങനെയാണ് അത് സിംറ്റംസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് മാറ്റിയെന്നൊക്കെ. അപ്പൊ പേഷ്യൻസിന്റെ ഒന്നും സാധനം, ഇപ്പൊ ചില പേഷ്യൻസിന്റെ 11 വർഷമായി ഞാൻ ഇപ്പൊ എനിക്കൊരു റിവ്യൂ വീഡിയോ ചെയ്തു. ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ റിവ്യൂ ചെയ്യും മാഡം, മാമിന് സാധാരണ റിവ്യൂ തരൂല. എന്താ വെച്ചാൽ നമ്മൾ ഈ ഡോക്ടറെ അടുത്ത് വന്നു തന്നെ, നമ്മുടെ ക്ലിനിക്കുകളൊക്കെ തന്നെ കാർ പാർക്കിംഗ് ഒന്നും അത്ര വലിയ സൗകര്യമൊന്നും ഇല്ലാത്ത ക്ലിനിക്കുകളാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ ആരും കാർ പാർക്ക് ചെയ്യൂല. എന്താ വെച്ചാൽ അവന്റെ കാർ അവിടെ കണ്ടു, ആ സെക്ഷൽ ഡിപ്പാർട്ട്മെന്റിന്റെ അവനെന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പം പെണ്ണ് കിട്ടൂല, ചെക്കനെ കിട്ടൂല. അപ്പൊ അത്രയും പാർക്കിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തായാലും നമ്മുടെ ക്ലിനിക്ക് റണ്ണായിപ്പോ. അപ്പൊ അത്രയും ഉള്ള ആൾക്കാരാണ് ഇതിലുണ്ടാവുക. അപ്പൊ ഒരു കുട്ടി വീഡിയോ തരാന്ന് പറഞ്ഞു വന്നപ്പോ ആ കുട്ടീനോട് ഞാൻ പറഞ്ഞു, എന്നാലും സാരില്ല, നീ മുഖമൊക്കെ കെട്ടിക്കോ, നിന്റെ വോയിസ് ഒക്കെ മാറ്റാം, നിന്റെ കുടുംബത്തിലുള്ള ആർക്കും ഇനി നിന്റെ ഇത് മനസ്സിലാവണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ശരിക്കുള്ള ഞാൻ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് നീ പറയണ്ട, ആ ശരിക്കുള്ള ഇത് പറയണ്ട, നീ ഒരു കുറച്ച് കൊല്ലം കുറച്ച് പറഞ്ഞു അല്ലെങ്കിൽ കൂട്ടി പറഞ്ഞോ എന്നൊക്കെ ഇതിപ്പോൾ റിവ്യൂ വീഡിയോയിലാണെങ്കിൽ പോലും ഞാനത് കറക്റ്റ് ശ്രദ്ധിച്ച് അവരാർക്കും ഐഡന്റിഫൈ ചെയ്യാൻ. എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ വല്ല കാർഡിയോളജി ഡോക്ടർ ആയിരുന്നെങ്കിൽ ആൾക്കാർ ആ മാഡമാണ് എന്നെ സർജറി ചെയ്തതെന്നൊക്കെ പറഞ്ഞു. കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാളിപ്പോ ഏതെങ്കിലും കുടുംബത്തിലൊക്കെ കല്യാണത്തിനൊക്കെ പോയാൽ നമ്മുടെ ക്ലയൻസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവര് മോന്ത കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഇവര് നമ്മുടെ ക്ലയന്റ് ആയിരിക്കും. ഇങ്ങനെ തിരിഞ്ഞപ്പോ ഈ അടുത്ത് കൂടെ ഒരു കുട്ടി വന്നിട്ട് ഒരു കല്യാണത്തിന് എൻ്റെ ഒരു ഫാമിലിയിൽ നോക്കുമ്പോ അവരെ എൻ്റെ ഡിസ്റ്റന്റ് കസിന്റെ ആരോ ആണ്, അവരുടെ കല്യാണത്തിന് പോയപ്പോണ്ട് അവിടെ. അപ്പം ഞാൻ അവരെ കണ്ടപ്പോൾ അവരിങ്ങോട്ടേക്ക് വന്നിട്ട്, മാമിന് എന്നെ മനസ്സിലായപ്പോൾ എനിക്ക് നല്ല മനസ്സിലായിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, മനസ്സിലായിട്ടില്ല ആരാ? അപ്പം മാമിന് ഞാൻ ക്ലൈൻ്റ് ആയിരുന്നു. നമ്മൾ ആണോ, മനസ്സിലായിട്ടില്ല കേട്ടോ, സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ നിന്നില്ല. ഈവൻ ആ കുട്ടി ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നെങ്കിലും ഞാൻ നമ്മൾ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ സംസാരിക്കൂല. അങ്ങാടി കണ്ട പരിചയം നമ്മൾ കാണിക്കല്ലോ. എന്താ വെച്ചാൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്ന സാധനം ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റിനെ പറയും, ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു, അവളവിടെ കുട്ടീനൊക്കെ ആയിട്ട് കുട്ടിയൊക്കെ ആയി തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ കാണിക്കൂല. മാം ഇപ്പം എല്ലാവരും കമന്റ് ബോക്സിലൊക്കെ കൺസേൺ ചെയ്യണ ഒരു കാര്യം എന്താ വെച്ചാല്, ഇപ്പം ഇതിങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര ഇപ്പൊ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ആയാലും പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആയാലും ഒക്കെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 4 ചുമരിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സെറ്റപ്പുള്ള സാധനമാണ്. അപ്പൊ മാം ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അറിയുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നാണ് എല്ലാവരുടെ ഒരു കൺസേൺ. അപ്പം അത് ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ പല രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി ഒരു സ്റ്റോറി രൂപത്തിൽ എല്ലാവർക്കും കേട്ടിരുന്നു. നമ്മളെല്ലാരും ചെയ്യുമ്പോ കേസ് ഹിസ്റ്ററീസിന്റെ
കണ്ടന്റ്, അതായത് സിംറ്റംസ് മാത്രമേ അങ്ങനെ വെക്കലുള്ളൂ. പിന്നെ അപൂർവമായ കേസൊക്കെ നമ്മൾ പറയലില്ല. എന്താ വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലൈന്റിന് അയ്യോ മാഡം എന്റെ കേസ് പറഞ്ഞു എന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു 10 കേസെങ്കിലും വന്നിട്ടുള്ള കേസുകൾ മാത്രമാണ് പറയല്. ഒരു 10 കേസെങ്കിലും സെയിം സിംറ്റംസ് ആയിട്ട്. പിന്നെ ഞാനിപ്പോ എന്റെ പല കേസുകളും പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. കാരണം മാം പറയുന്ന അധിക കേസുകളോ ചിലപ്പോ ഒരാളുടെ കേസായിരിക്കും പറഞ്ഞു, അപ്പൊ ഒരു 10-15 ആൾക്കാർക്ക് എല്ലാരും റിലേറ്റ് ചെയ്യും. കമന്റ്സിന്റെ അടിയിൽ തന്നെ കാണുമ്പോ ഈ ഒരു ഇഷ്യൂ മുസ്ലിംസ് പറയും പള്ളിയിൽ കുത്തുബ പറയുന്ന സമയത്ത് ഇതിന്നെയാണോ ഉദ്ദേശിച്ചത്, എന്റെ കാലിന്റേതാണോ ഉദ്ദേശിച്ചെന്നൊരു സംശയമുണ്ട്, ജീൻസ് ഒക്കെ ഇട്ടാലും ഒക്കെ അങ്ങനെ പറയും. ഇതിനെ കുറിച്ചിട്ട് വേറെ എവിടുന്ന ഇൻഫർമേഷൻ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പൊ എന്തായാലും ഓൾമോസ്റ്റ് അധികം ആൾക്കാർ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു ക്ലൈന്റ് ചേച്ചിക്ക് വജനസ്മസ് ഇതുവരെ സെക്സിന് പേടിയായിട്ട് ഇന്റർകോഴ്സ് ഇതുവരെ ചെയ്തിട്ടില്ല. ചേച്ചി എൻ്റെ അടുത്ത് വന്ന് മാറിപ്പോയതാ 4-5 വർഷം മുമ്പ്. അനിയത്തിക്ക് എന്തോ കോയിൻസിഡൻസ് ആയിട്ട്, ഇത് ഹെറിഡിറ്ററി ആയിട്ട് പാസ് ഓൺ ചെയ്യുന്ന ഡിസോർഡർ ഒന്നുമില്ല, കോയിൻസിഡൻ്റ് ആയിട്ട് അനിയത്തിക്കും വജനസ്മസ്. അനിയത്തി വന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് എത്രയോ അവര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവക്ക് ഭയങ്കര ദേഷ്യം. എന്നാ പിന്നെ ഒന്ന് ചോദിക്കുക, എന്റെ ഇത്രയും കൊല്ലം പോയിട്ട് ഞാൻ കുട്ടികളൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് നടക്കുമ്പോ ഞാൻ പറയാം നീയും പറഞ്ഞില്ലല്ലോ. അതാണ് ഇങ്ങനെ ഒരു സാധനം വരുമ്പോണ്ടല്ലോ ഇവര് ഞങ്ങളടുത്ത് വന്ന് മാറിപ്പോയത് അനിയത്തിനോട് പോലും പറഞ്ഞു. അനിയത്തിക്ക് അതേ കൺസേൺ ആയിട്ട്. അപ്പൊ നമ്മൾ ആരാ ഇത് അറിയാ? അപ്പൊ എന്റെ വീഡിയോസ് കണ്ടിട്ടും നമ്മുടെ എല്ലാവരുടെ വീഡിയോസ് കണ്ടിട്ടും എന്നെ ട്രിവാൻഡ്രം ഉള്ള, നമ്മളിപ്പോ കോഴിക്കോടല്ലേ, ട്രിവാൻഡ്രം ഉള്ളത് അല്ലെങ്കിൽ കർണാടകയിലുള്ളതൊക്കെ ആയിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ വിളിക്കാറുണ്ട്. നിന്റെ വീഡിയോ കൊണ്ട് ഞങ്ങൾക്കും കേസ് വരാൻ തുടങ്ങി എന്നൊക്കെ അറിഞ്ഞപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആളുകൾക്ക് ഇപ്പം പറഞ്ഞല്ലോ പേഷ്യൻസ് കുറവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പം ഈ ഒരു 2024 ഈ ഒരു സമയത്തേക്കൊക്കെ എത്തിയ സമയത്ത് ഗ്രാജുവലി ഈ പേഷ്യൻസിന്റെ നമ്പർ ഓഫ് പേഷ്യൻസിൽ ഒരു എന്തെങ്കിലും ഒരു മീൻസ് ഒരു ഇൻക്രീസിങ് അങ്ങനത്തെ ഒരു പാറ്റേണോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പം ആളുകൾ ഇപ്പം സൊസൈറ്റിയിൽ ഇതിനെപ്പറ്റി ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൈൻ ആയിരിക്കും അത്. അങ്ങനത്തെ എന്തെങ്കിലും എന്താ കാണുന്നുണ്ടോ? ഇപ്പം ഇൻക്രീസിങ് ഇൻ കേസ് നമ്പേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കുറെ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. നമ്മളെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, സിമിലർ എക്സ്പീരിയൻസ് ആണ്, ആ വീഡിയോ ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ കുറെ വീഡിയോസ് ഉണ്ടാവും, ഏത് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. സോ കുറെ കൂടെ ആൾക്കാർ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. കുറെ പേഷ്യൻസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അവർ കുറെയൊക്കെ ഇത് അവെയർ ആയിട്ട് ഡയറക്ട്ലി പേഷ്യൻസ് ഇത് മാറ്റാൻ വേണ്ടിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, മാറ്റാൻ പറ്റുന്നുള്ള ഒരു സാധനം അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പം സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്. എന്നാൽ അത് പ്രോപ്പർ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല. 9ാം ക്ലാസ്സിലെ ഏതോ ഒരു പുസ്തകത്തിൽ ഏതോ ഒരു ചാപ്റ്റർ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ബയോളജിയിൽ അതിലെ ഒട്ടുമിക്ക മിസ്സുമാർ ആ ചാപ്റ്റർ എടുക്കൂല. അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സംഗതികളായിരിക്കും അവർ. പിന്നെ എനിക്കൊന്നും ഒരിക്കലും മനസ്സിലാവും 9ാം ക്ലാസ്സിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആ ചാപ്റ്ററിന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ആ ടീച്ചർ എങ്ങനെ എടുത്താന്നുള്ള ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ ഇപ്പൊ സ്കൂളിലൊക്കെ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സൈക്കോളജിസ്റ്റിന്റെ ഒരു റോൾ എന്തായിരിക്കും? പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ എനിക്കറിയില്ല, എന്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. ഞാൻ സൈക്കോളജിസ്റ്റ് ഒന്നും അല്ലാത്ത സമയത്ത് 10th ട്യൂഷന് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളും പോകുന്ന സമയത്ത് രാവിലെ ഒരാൾ ഇടവഴിയിൽ നിന്നിട്ട് ശരിക്കും അയാൾ മുണ്ട് ഇതാക്കി കാണിക്കായിരുന്നു. അത്ര ഞങ്ങളൊക്കെ പേടിച്ചു പോയിട്ടുണ്ടാവുന്ന. ഇപ്പൊ ഞങ്ങള് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇത് എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് സ്ഥിരം ആ വഴിവെക്കിൽ നിന്നിട്ട് ഒരാളിങ്ങനെ പൊക്കി കാണിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അത് കണ്ടിട്ട് ഇത് കൊള്ളാലോ പോയി. എനിക്കൊക്കെ ശരിക്കും ഞങ്ങൾ ടെൻഷനായി പോയി. പിന്നെ അതിലേക്ക് പോകാനൊക്കെ ഇപ്പൊ ആ സമയത്ത് അതിന്റെ കുറച്ച് മുമ്പെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുമ്പെങ്കിലും എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഇതിൽ ഇവന്മാര് ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് അവർക്ക് ആൾക്കാർ എക്സിബിഷനിസ്റ്റ് എന്ന് പറയുന്നത്. ആർക്കാണ് അവര് കാണിച്ചു കൊടുക്കുന്നത് ആ ആളെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻസ് കണ്ടിട്ട് അവർക്ക് ഒരു എൻജോയ്മെന്റ് കിട്ടും. പച്ചക്ക് പറഞ്ഞാൽ അപ്പൊ മാത്രമേ അവർക്ക് ഇറക്ഷൻ ഉണ്ടാവുള്ളൂ. സാധാരണ നോർമൽ ലൈഫിൽ അവർക്ക് ഇറക്ഷൻ നോർമൽ സെക്ഷൽ ആക്ടിവിറ്റീസിൽ നിന്ന് അബ്നോർമൽ ആയിട്ടുണ്ടാവുന്ന ലൈംഗിക വൈകൃതം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായ പോലെ തന്നെ ഹോസ്റ്റലിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ലൈക്ക് ഇന്നവേഴ്സ് മിസ്സായി പോവാന്ന് പറയുന്ന ഒരു സാധനം. നമ്മുടെ മറ്റേ സിനിമയുണ്ടല്ലോ ഫഹദ് ഫാസിലിന്റെ ഒരു വരത്തൻ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്.
ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഫെറ്റിഷിസം എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് പാർട്ട്ണറുള്ള പാർട്ട്ണറിന്റെ എന്താ പറയാ ഇന്നർ വെയേഴ്സ് പാൻറ്റീസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സെക്ഷൽ പ്ലഷർ കണ്ടെത്തി അതിലൂടെ മാസ്റ്റർബേഷൻ ഒക്കെ ചെയ്ത് ആ രീതിയിലുള്ള പ്ലഷർ കിട്ടും. അല്ല ആക്ച്വലി അവർക്ക് സാധാ സെക്സ് പ്ലഷർ കിട്ടൂല അധികം ആൾക്കാർക്കും. അപ്പൊ പിന്നെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല, അവരിങ്ങനത്തെ ഓരോ സാധനങ്ങൾ അതിന്ന് അപ്പൊ അവരെ ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുവരണം, അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റണം. അപ്പൊ ഫെറ്റിഷ് ഈ ഇന്നർ വെയറും പാൻറ്റീസും മാത്രല്ല, ഫെറ്റിഷ് ഷൂ ഫെറ്റിഷ് ഉണ്ട്. സെക്സ് ചെയ്യുമ്പോ ഹൈ ഹീലുള്ള ഷൂസ് ഭാര്യ ഇട്ടെങ്കിൽ മാത്രമേ എനിക്ക് സെക്ഷ്വൽ എനർജി കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത്. ഭർത്താവ് ഭാര്യയുടെ മാക്സി ഇട്ടിട്ട് കമ്മലിട്ടിട്ട് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ഉണ്ട് പല. ഇവിടെ കേസ് ഡിസ്കഷൻ ഒക്കെ നമ്മൾ പറയുമ്പോ ഫുള്ള് നല്ല കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ. എല്ലാരും കുറച്ച് കേസുകൾ മാസത്തിൽ കാണും. അപ്പം നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുക, മാസത്തിൽ ഇത്ര കേസ് മാത്രം കാണാം. എന്താ വെച്ചാൽ നാജിയ മാമിനായാലും അനഘ മാമിനായാലും അഭിനന്ദ് സാറിനായാലും സെക്ഷൽ ഇതിൽ മാത്രം എനിക്ക് പ്രത്യേകിച്ച് സെക്ഷൽ കേസിൽ മാത്രം ഇവിടെ ഫേമസ് ആവണമെന്ന യാതൊരു ആഗ്രഹവും ഇല്ല. എന്റെ ഒരു വീഡിയോ അങ്ങനെ വൈറലായി പോയതിനെ കൊണ്ട് ഞാൻ മാത്രം അഭിനന്ദ് സാറ് പറയായിരുന്നു സാറിന്റെ ആരൊക്കെയാ കുടുംബത്തിലുള്ള. ഞാൻ ഏകദേശം ആ സമയത്ത് ഒരു 10ഓളം വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 11ാമത്തെ വീഡിയോ ആയിരുന്നു ഈ സെക്ഷൽ ഡീവിയേഷന്റെ വീഡിയോ. സാറിന് ചോദിക്കും, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പോ ഒരു എന്താ പറയാ ഡെയിലി ഇങ്ങനെ കേസുകൾ കേട്ട് 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 ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ തലയിലെടുത്ത് വെച്ച് ഇപ്പം എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വേറെ ആരുടെയെങ്കിലും സങ്കടം കേട്ടാൽ എനിക്ക് ലാസ്റ്റ് സങ്കടമായി, ഞാനാകെ ഡിപ്രസ്ഡ് ആയി. സൈക്കോളജിസ്റ്റുമാർക്ക് നമുക്ക് അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. അതായത് ഇവിടെ 10 to 5 ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ സൈക്കോളജിസ്റ്റ്, അല്ലാതെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതില് നിങ്ങൾ നിൽക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് കാണുന്നുണ്ട്, എല്ലാരും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റി വേറെ രീതിയിൽ അതിനെ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഫാമിലി ലൈഫ്? ഞാൻ പറയാൻ വരുന്നത് അയൽവാസി കുടുംബത്തിലെ ആരൊക്കെയോ കാരണന്മാർ ആരൊക്കെയൊക്കെയോ വീഡിയോ കണ്ടു വീഡിയോ ചെയ്തു. സാറ് കുറേ നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഡിപ്രഷനെ പറ്റി, OCD-നെ പറ്റി, ഫ്രണ്ട്സിന്റെ പ്രയോറിറ്റിനെ പറ്റി. അതൊന്നും പോവാതെ സാറിന്റെ സെക്ഷൽ ഡീവിയേഷന്റെ ഒരു വീഡിയോ ചെയ്തപ്പോ സാറിന് പിന്നെ ക്ലിനിക്കിൽ വന്നതിന് ശേഷം ഇന്നലത്തെ വീഡിയോ, ഇന്നലെ പോയ കുടുംബത്തിലെ കല്യാണത്തിനൊക്കെ എല്ലാവരും കണ്ടിട്ട് മറ്റേ നമ്മൾ ഏതോ ഒരു പടത്തിലില്ല ഇങ്ങനെ അയ്യോ അതേപോലെ സെയിം എല്ലാരും കാണിക്കും കുടുംബത്തിൽ നിന്ന്. അങ്ങനെ ഓരോ നമുക്കിങ്ങനെ കല്യാണം കഴിച്ചാണോ? സാറിന്റെ കല്യാണം കിട്ടുമെന്ന് വരെ നമുക്ക് പേടിയുണ്ട്. അന്ന് അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊരു പ്രീമച്വർ ഇജാക്കുലേഷൻ, ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒരു ക്ലൈന്റ് വന്നു. അത് എന്റെ ഫസ്റ്റ് ക്ലൈന്റ് ആണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ആ ഒരു ക്ലൈന്റ് വന്ന സമയത്ത് ആളുടെ സെഷൻ കഴിഞ്ഞു, അതിനുശേഷം ആള് വിളിച്ചൊരു സെഷൻ എടുത്തു. എന്നിട്ട് കോൾ ചെയ്തിട്ട് സെഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ സെഷൻ കഴിഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ആള് വന്നിട്ട് എനിക്ക് മാറി എന്ന് പറഞ്ഞു. അതായത് ഒരു സെഷൻ 45 മിനിറ്റാ. അപ്പൊ അതിന് നമ്മളൊരു ഫീ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആളത് പറയാൻ വേണ്ടി മാത്രം വന്നതാ. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ മറ്റുള്ളവർ പറയുന്നത് നാട്ടുകാർ പറയുന്നതൊക്കെ അതാണ് പറഞ്ഞത്. ഫസ്റ്റത്തെ സെഷനിലൊക്കെ വന്നിട്ട് ഇവര് സങ്കടമൊക്കെ പറയുമ്പോൾ നമ്മളും എമ്പത്തൈസ് ചെയ്തൊക്കെ അത് കഴിഞ്ഞ് ഇങ്ങനെ ത്രില്ല് എന്താ അറിയോ സൈക്കോളജിസ്റ്റിന്റെ, അവരത് മാറി ഇപ്പൊ നല്ല മാറ്റം ഉണ്ട്, മാമിനെ കണ്ടതിനെ കൊണ്ടല്ലേ സാറിനെ കണ്ടതിനെ കൊണ്ട് ഇങ്ങനെ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ത്രില്ല് കിട്ടും. ഒരു ദിവസം 2-3 പേഷ്യന്റിന്റെ കഥകള് സങ്കടം കേൾക്കുകയാണെങ്കിൽ 2-3 പേഷ്യന്റ് മാറുന്നൊക്കെ കാണുമ്പോൾ ഒരു ത്രില്ലാണ്, പാഷനാണ് നമ്മുടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ എനർജിയിലാണ് പിന്നെ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അവിടെ അങ്ങോട്ടേക്ക് ഡൈല്യൂട്ട് ആയി പോയി. നമ്മൾ അതുമായിട്ട് ഓക്കെ ആയിട്ട് ആദ്യമൊക്കെ ചാനലിലെ കമന്റ് കാണുമ്പോ അയ്യോ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്, നിന്റെ ഷോൾ എവിടുന്ന് വാങ്ങിയതാ, നിന്റെ ഇവിടെ കാണുന്നുണ്ട്, അങ്ങനത്തെ ഒക്കെ ഫുള്ള് കവർ ചെയ്തിരിക്കാനായിട്ട് നോക്കുക. അത് എന്താ വെച്ചാൽ നമ്മൾ ഈ വീഡിയോസിൽ കൂടെ എഡ്യൂക്കേഷൻ മാത്രം ഉദ്ദേശിക്കുന്നത്, നമ്മളെ ആരെയും കണ്ട് എന്റർടൈൻമെന്റ് ആയി പോയത്. ചില വീഡിയോസ് കണ്ട് ചില ആൾക്കാർ എന്റർടൈൻമെന്റ് ആയി പോകുന്നൊക്കെ കേട്ടില്ല. അപ്പൊ അങ്ങനെ ആവാതെ എഡ്യൂക്കേഷൻ മാത്രം ഞാൻ ഇവരോടൊക്കെ പറയും. നമ്മുടെ ടീമിലല്ല, അബ്സല്യൂട്ട് മൈൻഡിൽ നമ്മൾ മാത്രമാണ് സെക്ഷൽ മെഡിസിന്റെ സൈക്കോസെക്ഷൽ മെഡിസിൻ നോക്കണമെങ്കിലും 20 സൈക്കോളജിസ്റ്റുമാരുണ്ട്. നമ്മുടെ കാലിക്കറ്റ്, കണ്ണൂർ, മഞ്ചേരി ക്ലിനിക്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പൊ എല്ലാം കൂടെ 3 ബ്രാഞ്ച്. അപ്പൊ എല്ലാം കൂടി 20 പേര്. അതിൽ നമ്മളാണ് കുറച്ചും കൂടെ സെക്ഷൽ കേസുകൾ നോക്കുന്നത്. എന്നാ പിന്നെ സെക്ഷൽ കേസ് അല്ലാതെ പിന്നെ ഞാൻ കണ്ടത് ഇപ്പൊ റിസർച്ച് കണ്ടു, സെക്ഷൽ റിസർച്ച്. അപ്പം എന്താണ് റിസർച്ച്? നമ്മളെ പേര് സാധാരണ റിസർച്ച് എന്ന് പറയുമ്പോൾ ലബോറട്ടറിയിൽ പോയി ഇങ്ങനെ ആസിഡ് ഒക്കെ എടുത്ത് വെച്ച് ഇത് ബിഹേവിയറൽ ഇതാണ്. അഭിനന്ദ് സാറാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെർട്ട്, സാർ പറയും. ഓക്കെ, നമ്മൾ റിസർച്ച് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കലുണ്ട്. ആ ഒരു റിസർച്ച് റിലേറ്റഡ്, അതായത് നമ്മളിപ്പം പറഞ്ഞു ഈ വോയറിസം എന്ന് പറഞ്ഞത് ഒരു അസുഖമാണ് എന്ന്
പലർക്കും എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക. അതായത് ഒളിഞ്ഞു നോക്കുക. അതേപോലെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെജൈനസ്മിസ് ഇപ്പൊ മാം പറഞ്ഞല്ലോ, അപ്പം ആ ഒരു അസുഖത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് പലരും ഇതിന്റെ പാർട്ടാണ്, ലൈഫ് നമ്മളിങ്ങനെ തന്നെ കൊണ്ടുപോകണം, സഫർ ചെയ്ത് പോകണം എന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ഒരുപാട് പേരിൽ റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ സിംറ്റംസ്, ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്താൽ മാറും. നെറ്റിന്ന് ഇങ്ങനെ റിസർച്ച് ആർട്ടിക്കിൾസ് എടുത്തിട്ടാണോ നമുക്ക് ഇങ്ങനെ ഡാറ്റ ഇല്ലാത്തതുണ്ടാവും. ഡാറ്റ ഇല്ലാത്തത് നമുക്ക് കിട്ടുന്ന പേഷ്യൻസ് കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് റിസർച്ച് ഉണ്ടാവും. അതായത് സിമ്പിളായിട്ട് സർവേ പോലെയൊക്കെ അതെ അതെ അതെ, നമ്മളൊരു 10 വെജനസ്മസ് പേഷ്യൻസിനെ എടുത്തിട്ട് അവർക്ക് സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ ചെയ്തിട്ട് മാറി എന്ന് കണ്ടുപിടിക്കും. നമ്മൾ ഒരേ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യും. ഈ ട്രീറ്റ്മെന്റ് ഈ രോഗികൾക്ക് പെണ്ണിന് മാറും, ഈ തെറാപ്പി കേസുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ റിസർച്ച് ചെയ്യാനും പറ്റും. നമ്മൾ കൊടുക്കുന്ന ഓരോ ടെക്നിക്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം റിസർച്ചിന് പിള്ളേരുണ്ട്, റിസർച്ചിന് എക്സ്പേർട്ടുകളായിട്ടുള്ള സൈക്കോളജി പിള്ളേര്, MSc കഴിഞ്ഞ MSc സൈക്കോളജി ഒക്കെ കഴിഞ്ഞവര്. അപ്പൊ അവരൊക്കെ വന്ന് ട്രെയിനീസ് ആയിട്ടും അങ്ങനെയൊക്കെ ഇന്റേൺഷിപ്പിന് ഇങ്ങോട്ട് പൈസ തന്നിട്ടും അങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കൊടുത്തിട്ടും സാലറി ഒക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട് പരിപാടികൾ. അപ്പൊ അവര് വന്ന് ഇതൊക്കെ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് വേറെ തന്നെ വിങ് ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്കറിയാൻ ആഗ്രഹമുള്ളത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം മാഡത്തിന് എത്ര മക്കളാണ്? നമ്മുടെ ഫാമിലിയുടെ ഇപ്പൊ ഞാൻ ഫാമിലി റിലേറ്റഡ് ആയിരുന്നു ഉദ്ദേശിച്ചു കഴിഞ്ഞാല്, ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാകുമ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുമല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് വീട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ ബാക്കി കുടുംബക്കാരെന്ത് പറയും, മക്കൾ എന്ത് പറയും എന്നുള്ള സാധനമല്ല. പക്ഷെ ഇതും നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഇഷ്യൂ. അപ്പൊ എന്നോട് ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു ക്ലാസ് എടുത്ത സമയത്ത് മോൾ അതിന്റെ ടാഗ് വിളിച്ചത്, എന്താ നിങ്ങള് സെക്ഷൽ ഡീവിയേഷന്റെ ക്ലാസ് ഒക്കെ ഇതൊക്കെ എന്താന്ന് വെച്ചു മോളെ, ഇത് ഇങ്ങനെ ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഏരിയയിൽ കുറെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അതിൽ റിസർച്ച് പോലൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എന്നാണ്, അല്ലാതെ നമ്മൾ സെക്സ് എന്ന് കേൾക്കുമ്പോഴേക്ക് അതിന് വേറൊരു എന്താ പറയാ മീനിങ് കൊടുക്കട്ടെ. സെക്സ് എന്ന് പറഞ്ഞാൽ പക്ക ആ ഒരു സാധനം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴും നമ്മളെ ചുറ്റുള്ള ആളുകൾക്ക് പല കോൺസെപ്റ്റുകളാണ്. അത് അവര് നോട്ട് ചെയ്യുന്നത് ആ സാധനം മതി, സെക്സ് എന്ന് പറയുന്ന സാധനം മതി. പക്ഷെ അതല്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആ സെക്സിനെ കുറിച്ചിട്ട് ഒരു കുട്ടി ചെറുതായി വലുതാവുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, പ്യൂബർട്ടി, അതുപോലെ തന്നെ മാസ്റ്റർബേഷൻ, അവരുടെ പ്രായത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ചപ്പോ ഞാനൊക്കെ 2013 കാലഘട്ടത്തില് സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മളൊക്കെ എന്താ പറഞ്ഞാൽ ഞാൻ ഗേൾസ് ഓൺലിയിലാണ് പഠിച്ചത്. പക്ഷെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ അവിടെ ആൺപിള്ളേരുണ്ടാവും. അപ്പൊ നമ്മളാണെങ്കിൽ ഈ പാഡൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ബാഗിനകത്തേക്കൊക്കെ ആക്കി ഇങ്ങനെ മറച്ച് പിടിച്ചിട്ടൊക്കെ കൊണ്ടുവന്നത്, അതൊക്കെ ഈ ഒരു സെക്ഷൽ എഡ്യൂക്കേഷന്റെ അതേപോലെ ഭാര്യക്ക് വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ വേദന എന്ന് അറിയാത്ത ഹസ്ബൻഡ്മാരുണ്ട്. പേഡ് വാങ്ങി കൊണ്ടുവരാൻ പറ്റില്ല, അത് മോശമാണ്. പാഡ് മേടിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പല സാധനങ്ങളുണ്ട് ഇവിടെ വരുന്ന പല പേഷ്യൻസിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്ത ഒരു കുട്ടികളെ ഒരുപാട് മാസ്റ്റർബേഷൻ കേസ് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ പ്രായത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് ഇത് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, ഇത് എന്തുകൊണ്ട് എന്റെ ബോഡിയിൽ ഇങ്ങനത്തെ റിയാക്ഷൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ കുട്ടി പിന്നെ സോഷ്യലി ഐസൊലേറ്റഡ് ആയി, അതായത് പിന്നെ അവർ ഫാമിലിയിൽ ഒന്നും ഇൻവോൾവ് ചെയ്യാതിരിക്കുക, എല്ലാവരും വിഡ്രോ ചെയ്ത് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ വീട്ടുകാർ വിചാരിക്കും എനിക്ക് എന്താ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്ന ഡിപ്രഷൻ ആണോ എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് കേസ് ഉണ്ട്. പക്ഷെ മാമിന്റെ ഒരു വീഡിയോയില് എന്തോ ഒരു മാസ്റ്റർബേഷൻ ഗിൽറ്റിന്റെ അതേപോലെ വൈറലായ, അപ്പൊ അതില് മാമിന്റെ ഇതിൽ പറയുണ്ടായിരുന്നു കുട്ടികള് എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിന് എന്നിട്ട് ഒരുപാട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളും, ഈവൻ വേറെ കുറെ നമ്മള് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ മറ്റേ വീഡിയോ കണ്ടിട്ടോ ഇതാണ് ആകെ പല കാര്യങ്ങളും ഈ സയൻസിന്റെ ആസ്പെക്റ്റിൽ സംസാരിക്കുമ്പോ അതിനെ മതവുമായിട്ട് കൂട്ടിക്കുഴച്ചിട്ടുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഈ ഒരു കേസിൽ എന്താന്ന് വെച്ചാല് കുട്ടികൾ സ്വന്തം അവിടെ എവിടെയും കുളിക്കുമ്പോഴൊക്കെ തൊട്ട് പോകുമ്പോ അവർക്കൊരു സുഖം ഫീൽ ചെയ്യും. അപ്പൊ മൂത്രമൊഴിക്കാൻ മുട്ടി നിൽക്കുന്ന സമയത്ത് പെനിസ് തൊട്ട് പോയാലൊക്കെ കുട്ടികൾക്ക് അപ്പൊ കുട്ടികൾക്ക് ഇത് എന്താ ഇവിടെ ഇങ്ങനെ തൊടുമ്പോ ഇതല്ല, അപ്പൊ ചിലപ്പോൾ ഇജാക്കുലേറ്റ് ആയിപ്പോ. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ജന്മനാലെ അങ്ങനെ ഇന്നേറ്റ് ആയിട്ട് നമ്മൾ കാട്ടിക്കൊണ്ടിട്ടാലും ഒരാണിനും പെണ്ണിനും കാട്ടിക്കൊണ്ടിട്ടാലും അവര് തമ്മിൽ സെക്സ് ചെയ്തിട്ടുണ്ടാവുന്ന കുറച്ച് കാലം കഴിഞ്ഞ് അത് ഇന്നേറ്റ് ആയിട്ട് അവര് പഠിക്കും. അങ്ങനെ ഒരു സാധനം. അപ്പൊ
അത് എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ വന്നിട്ട് പറയാം എൻ്റെ മോന് മാസം ഇത് ആര് പഠിപ്പിച്ചാന്ന് അറിയില്ല, ഇവനൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കുട്ടികളെ ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് പഠിപ്പിക്കുന്നതിനാണ് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കല്യാണത്തിന് മുന്നേ നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ മാരേജിന്റെ തൊട്ട് മുന്നേ എങ്ങനെ നിൽക്കണം, മാരേജ് ആൻഡ് ഇൻലോസ്, ഫിനാൻസ് ആൻഡ് ഇൻലോസ്, സെക്സ് ആൻഡ് മാരേജ്, ഇങ്ങനെ കുറേ ഡൊമൈനിൽ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ വേണ്ടി നിൽക്കുമ്പോൾ ഇവര് പറയുക എന്താ വെച്ചാല് എന്തിനാണ് വേണ്ടാത്ത, അല്ലെങ്കിലേ എഡ്യൂക്കേഷൻ കൂടിയിട്ട് കുട്ടികൾക്ക് എന്തിനാണ് വേണ്ടാത്ത അടുത്തൊരു കേസ് വന്നേനെ, അവള് MTech ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഹസ്ബൻഡ് പറയണേ അവർക്ക് ഒരു ഇത്തിരി പോലും വിവരം ഉണ്ടോന്ന് എനിക്ക് അറിയുന്നില്ല. ഈവൻ ചില ഡോക്ടേഴ്സിന്റെ ഇടയിൽ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ ഇല്ല. അവൾ ഇത്രയും പഠിച്ച ആളല്ലേ, എന്നിട്ടും എന്താണ് ഇതൊന്നും അറിയില്ലേ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ വരുന്നുണ്ട്. അവർക്ക് അറിയില്ല, അവർക്ക് +2 പഠിപ്പിക്കുന്നില്ലല്ലോ. പക്ഷെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കരിക്കുലത്തിൽ സെക്ഷൽ എഡ്യൂക്കേഷനും പ്രീ മാരിറ്റൽ കൗൺസിലിംഗും പിന്നെ മെയിൻ ആയിട്ട് അത് പോട്ടെ, അത് രണ്ടും പോട്ടെ, നമ്മൾ ബാക്കിയുള്ള കൂടെ പറയാം. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ പറ്റി പറയുന്നുണ്ടോ? ഇപ്പൊ മാം പറഞ്ഞല്ലോ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അതിൽ നമ്മൾ ഇൻലോസിനെ കുറിച്ചിട്ട് ഫാമിലി എങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ കൾച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സെക്സ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ അവള് ഒരുപാട് പഠിച്ച കുട്ടികൾ, അവൾ പുറത്തു പോയതല്ല, അപ്പൊ അവർക്കൊക്കെ അതൊക്കെ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നതാവും എന്നുള്ള ഒരു തോട്ടാണുള്ളത്. പക്ഷെ ക്ലിനിക്കിൽ എത്രയോ കേസസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് തന്നെ പറയുന്നത് മാം അവർക്ക് എത്രയോ PG ഉണ്ടെങ്കിലും ഒരു സെക്സിന്റെ കാര്യം വരുമ്പോൾ അവർക്ക് ഒരു അവൾക്ക് എന്ന് പറയുന്നത് കുറെ അവന്മാർക്ക് എനിക്ക് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ പറയും മെയിൽസിന് സെക്ഷൽ ഫാന്റസീസ് കൂടുതലായിട്ടും പോൺ വീഡിയോസ് കൂടുതൽ കാണുന്നത് മെയിൽസ് ആണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പെൺകുട്ടികളും ഒക്കെ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കണ്ട കാഴ്ചയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പഠനങ്ങളിലും അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആൺകുട്ടികളും വന്നിട്ടുണ്ട്, 2 കപ്പിൾസും കൂടെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 1 ഇയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഇപ്പോഴും നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിനെ കുറിച്ച് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പം ആൾക്കാർക്ക് ഇതിനെ പറ്റില്ല. ചില ആൾക്കാരെ വിചാരം എന്റെ മാരേജിനൊക്കെ എന്നോട് എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എന്നോട് അവക്കൊക്കെ എല്ലാം അറിയണ്ട, ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പത്തെ പിള്ളേർക്കൊക്കെ ഒക്കെ അറിയാം. സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലാവില്ല ചിലപ്പോ. സത്യം പറഞ്ഞ അമ്മമാർക്കാണെങ്കിൽ പോലും പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയുള്ള പോലെ, അത് അവര് വളർന്നു വന്ന സാഹചര്യമായിരിക്കും ചിലപ്പം. അപ്പം ഇതൊക്കെ മാറാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നാണ് തോന്നുന്നത്? ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ലൈക്ക് അവരുടെ ഇളയമ്മ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ നോ എന്ന് പറയാൻ പാടില്ല, ലൈക്ക് അങ്ങനെ തന്നെ നിന്ന് കൊടുക്കണം എന്നുള്ളൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലേഡിക്ക് കൺഫ്യൂഷനാണ് എന്താണ് ആക്ച്വലി ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ ചിലപ്പോൾ അത് മേ ബി ഹസ്ബൻഡ് കുറച്ചൊരു അബ്യൂസീവ് പോലത്തെ ഒരു പോലെയായിരുന്നു, അതിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ലേറ്റർ അതൊക്കെ പ്രശ്നമായിട്ടൊക്കെ മാറി. എന്നാൽ പിന്നെ ഈ പ്രശ്നം നീ ആദ്യമേ പറയേണ്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ആ കുട്ടി മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. ഇങ്ങനെ നിൽക്കാനും പറഞ്ഞു, ഇയാൾ ഇങ്ങനെയും ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞ ശേഷമാണ് ഇത് ആക്ച്വലി ഒരു സെക്സ് അല്ല എന്നുള്ള രീതിയിലൊക്കെ ആ കുട്ടിക്ക് തന്നെ ഒരു അവയർനെസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും ഡിസോർഡർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടേമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ അതിന്? സാഡിസ്റ്റുകളുടെ സാഡോമാസോക്കിസം ഒക്കെ ഉണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് സാഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു എന്നല്ല അല്ലേ? അതൊക്കെ നമ്മള് ഫിലിമിൽ കണ്ടിട്ടുള്ള, അതായത് നമ്മളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ് സൈക്കോളജി. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ ഒരുപാട് ആൾക്കാര് ഇതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മളിപ്പം ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഒരു പേഷ്യന്റിന് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താന്ന് വെച്ചാൽ അത് മാറ്റാൻ പറ്റുന്ന ഒരാൾക്ക് റെഫർ ചെയ്ത് കൊടുക്കും. ഒരു സൈക്കോളജിനെ ഒരു മണി മേക്കിംഗ് വേ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അതായത് സൈക്കോളജിയിൽ ബ്ലൂമുള്ള ഒരു ഫീൽഡാണ് ഈ സെക്ഷൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരിത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പാഠ്യപദ്ധതിയിൽ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നപ്പം അതിന്റെ ഫേസ്ബുക്ക് കമന്റ്സ് ഒക്കെ ഒന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം കമന്റ്സ് നോക്കിയാൽ മതി. അത് സെക്സിനോടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ്. പക്ഷെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് മുതൽ ഇങ്ങോട്ട് കുറെ ചേഞ്ചസ് കണ്ടുവരുന്നുണ്ട്. കുറെ പേര് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. പിന്നെ വെജൈനസ്മസ് കൂടുതലും ഫീമെയിലുള്ള കേസ് ആയതുകൊണ്ട് അത് തിയററ്റിക്കലി നമുക്ക് നോളജ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പേഷ്യൻസ് വില്ലിങ് ആവില്ല. ആസ് എ മെയിൽ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു പ്രൊഫഷണൽ ആണ്, അങ്ങനെയുള്ള സെൻസിലല്ല അവരെടുക്കുക. മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള രീതിയിൽ എടുക്കും. സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പൊ ഗൈനക്കോളജിസ്റ്റ് മെയിലായ അത്ര പ്രശ്നമില്ല. സൈക്കോളജിസ്റ്റ് മെയിലായ സെക്ഷൽ കേസുകൾ വന്നിട്ട് പറയും ഞാൻ ആ സാറിന്റെ അടുത്ത് പോയി, പക്ഷെ എനിക്ക് അത്ര ഓപ്പൺ ആകാനേ പറ്റുന്നില്ല, എനിക്ക് പറ്റൂല, പഠിപ്പിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാറിനോട് ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിക്ക്. ഇവിടെ കൂടുതലും സാറിന് മെയിൽ ക്ലയൻസിനെയാണ് കിട്ടുക. പക്ഷെ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വെജൈനസ്മസ്
വെജനിസ്മസ് ക്ലൈന്റ് മാമിന്റെ കൂടെ ഒരു വെജനിസ്മസ് ക്ലൈന്റ് കാണാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര നല്ല രീതിയിൽ ഓപ്പൺ അപ്പ് ആയി. ഫസ്റ്റിലത്തെ ഒരു സെഷൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മേ ബി അവര് ഇവിടെ ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണെങ്കിലും വേറൊരു കൺട്രിയിലാണ് ഉള്ളതെന്നായിരിക്കും, മേ ബി അതായിരിക്കും. നമ്മുടെ ഒരു സൊസൈറ്റിയൽ പെർസ്പെക്റ്റീവില് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ചേഞ്ചസ് വരുന്നുണ്ട്, ഗ്രാജുവലി ചേഞ്ചസ് വരുന്നുണ്ട്. കപ്പിൾ കേസസിലൊക്കെ വരാറില്ലേ, മെയിൽസിന് പ്രശ്നം ഉണ്ടാവാറില്ലല്ലോ, കപ്പിൾസ് ആകുമ്പോ അത്ര പ്രശ്നം വരാറില്ല. അത് പൊതുവേ ഉള്ളൊരു നോഷൻ ആണല്ലേ ഈ സെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു നമുക്കറിയാത്തൊരു മെയിലുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാനിറ്ററി പാഡ് മേടിക്കാൻ പോയി കഴിഞ്ഞാല് സാനിറ്ററി പാഡ് മേടിക്കുന്ന ആള് മാത്രം അവിടെ നിൽക്കുന്നുണ്ടാവും. എല്ലാരും പോയിട്ട് വേണം ഇത് പറയാൻ, സ്റ്റേ ഫ്രീ അല്ലെങ്കിൽ എന്ന് പറയണമെങ്കിൽ അവിടെ മുന്നിലുള്ള എല്ലാരും പോകാൻ വേണ്ടി വരും. ആ കുട്ടി നിൽക്കുന്ന കാണുമ്പോ തന്നെ പീഡിയക്കാരന് മനസ്സിലാവും. എന്റെ ചില ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് സാനിറ്ററി പാഡ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചോദിക്കണം ഇങ്ങനെ ഇന്നത് വേണം, അതിന് പകരം ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് എടുക്കും. പിന്നെ ചോദിക്കേണ്ട കോണ്ടംസ് മേടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കോണ്ടംസ് അവൈലബിൾ ആയതിനെ കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോ കുട്ടികളുടെ എണ്ണം തന്നെ അതിനെ കൊണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. എന്താ വെച്ചാൽ പീഡിയെ പോയി ചോദിക്കണ്ടേ എന്നുള്ളൊരു മടീനെ കൊണ്ട് യൂസ് ചെയ്യാണ്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനറിയില്ല, എന്നാലും ഇവിടെ ദിനം പ്രതി വരുന്ന രീതിയിലുള്ള ഡിസോർഡർ കേസുകൾ എങ്ങനത്തെയൊക്കെയാണ് വരുന്നത്? ഒന്ന് എക്സിബിഷനിസം, പിന്നെ എക്സിബിഷനിസം എന്ന് പറയുമ്പോ എക്സിബിറ്റ് ചെയ്യാ, നഗ്നത ഒരു പിന്നെ വജൈനസ്മസ് പേടി. പിന്നെ വരുന്നത് അതെന്താ വജൈന കൺസ്ട്രക്റ്റഡ് ആയിട്ട് പേടീനെ കൊണ്ടിട്ട് ആ ഒരു ഭാഗം മൊത്തത്തിൽ ടൈറ്റായി പിടിക്കുന്നതിനെ കൊണ്ടിട്ട് പേടീനെ കൊണ്ട് സെക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഫെറ്റിഷിസം നേരത്തെ പറഞ്ഞത്, ഫെറ്റിഷ് എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് പാർട്ട്ണർ ഇന്നർവേസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതിലൊരു പ്ലഷർ കണ്ടെത്തുന്ന ഒരു ടൈപ്പ്. പിന്നെ വോയറിസം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുന്ന, നമ്മള് പീപ്പിംഗ് ടോംസ് എന്നൊക്കെ പറയും, അങ്ങനത്തെ കാറ്റഗറി. സാഡിസം, സാഡോ മാസോക്കിസം. മാസോക്കിസം എന്ന് പറഞ്ഞാല് മറ്റുള്ളവർക്ക് ഒരു പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്തിട്ട്. അല്ല, സാഡിസ്റ്റിക് എന്ന് പറയുന്നതിന് മാസോക്കിസം വ്യത്യാസമുണ്ട്. അപ്പൊ ഒന്നില് എനിക്ക് സ്വന്തമായിട്ട് എന്നെ വേദനിപ്പിക്കുക എന്നുള്ള എനിക്ക് കുറച്ച് ഹാർഡായിട്ടാണ് താല്പര്യം എന്നുള്ള പോലത്തെ. മറ്റേ കേസ് മറ്റേ പാർട്ട്ണറിനെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവര് വേദനിക്കുന്ന കണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണോ റേപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ? റേപ്പ് എന്ന് പറഞ്ഞില്ല, നോർമൽ കപ്പിൾസിൽ തന്നെ ഇത് കാണുന്നത്. റേപ്പ് ഒക്കെ കഴിഞ്ഞ റേപ്പ് വേറെ തന്നെ വരാറുണ്ട്. റേപ്പ് വരാറുണ്ട്, മൊളസ്റ്റേഴ്സ്, ഈ മതപരമായ ആൾക്കാര്, ഉസ്താദുകള്, പള്ളിയിലെ മറ്റവര്, എല്ലാ മതത്തിലുള്ള ആൾക്കാരും ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ മൊളസ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പോലെ ഇങ്ങനെ പിന്നെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ബാക്ക് പിന്നെ ഈ റേപ്പിൽ കുറച്ചും കൂടെ സെക്ഷൽ ഡീവിയേഷനിലെ ആൾക്കാരെക്കാട്ടിലും പേഴ്സണാലിറ്റി ട്രേറ്റും കൂടി ഉണ്ടാവും. ഒരു ആന്റി സോഷ്യൽ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ജോക്കർ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു റേപ്പിസ്റ്റ് പേഴ്സണാലിറ്റിയും കൂടി ഉണ്ടെങ്കിലേ അവർ ആന്റി സോഷ്യൽ ആയിട്ട് എന്താ വെച്ചാൽ ക്രിമിനൽ ഒഫൻസ് അല്ലേ അത് ചെയ്യാൻ പോകും. പിന്നെ അങ്ങനെ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടപെടുമ്പോ നിങ്ങൾക്ക് ലൈക്ക് നമ്മളൊരു കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു റൂമിനകത്ത് ഇരുന്നിട്ടാണ് സംസാരിക്കുക, ഒരു പേടി തോന്നാറുണ്ടോ? മാമിനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അഡിക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ചിലപ്പോ മാം ഒരു മിനിറ്റ് ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞ അത്രയും മാസ്റ്റർബേഷൻ അഡിക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാർ നമ്മളെ ടോയ്ലറ്റിൽ പോയി കൺസൾട്ടേഷന്റെ സെഷന് ചിലപ്പോ അങ്ങനെ നമുക്ക് മനസ്സിലാവും അവര് രോഗികളാണ്, അവർക്ക് അത് നിർത്താൻ പറ്റാത്തതിനെ കൊണ്ടിട്ടാണ് അവരിവിടെ വരുന്നത്. അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചിദംബരം രാജമുത്തയ്യ മെഡിക്കൽ കോളേജിൽ അന്ന് OP 2009 കാലഘട്ടങ്ങളിൽ. അപ്പൊ ആ സമയത്ത് നമുക്ക് OP ഡ്യൂട്ടി ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും, അങ്ങനെയാണ് കേട്ടോ. ഞാൻ അവിടെ ഇന്റഗ്രേറ്റഡ് ക്ലിനിക്കൽ സൈക്കോളജി 5 ഇയർ കോഴ്സാണ് ചെയ്തത്. അപ്പൊ അവിടെ OP-യിൽ പോയ സമയത്ത് ഒരു പ്രാവശ്യം ഒരാൾ കവറുമായിട്ട് വന്നിരിക്കുക. അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പൊ ഇയാൾ കവറുമായിട്ട് വന്നപ്പോ എന്താന്ന് ചോദിച്ചിട്ട് പിന്നെ മിണ്ടുന്നില്ല. ഞങ്ങളെ കണ്ടിട്ട് തന്നെ അയാൾക്ക് ഇതായിപ്പോയി, എങ്ങനെയാ പറയാൻ നിൽക്കില്ല. അപ്പൊ അയാൾ ന്യൂസ് കേട്ടില്ലായിരുന്നു, അതായത് ന്യൂസ് റീഡറെ നോക്കിയിട്ട് അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ചുമ്മാ ഒരാളെ കണ്ടാൽ മതി ചിലർക്ക്. അതൊരു നമ്മളെ പണ്ട് നമ്മള് ഈ ഇങ്ങനത്തെ വീഡിയോസിന്റെ അവൈലബിലിറ്റി ഒക്കെ ഹോളിവുഡ് ബോളിവുഡ് ഫിലിമുകളൊന്നും TV-യിൽ വരൂല. അപ്പൊ അതിനെ കൊണ്ട് ഭംഗിയുള്ള ന്യൂസ് റീഡേഴ്സ് ആയിരുന്നു അന്നത്തെ ഇര കുറെ ആൾക്കാരുടെ. അപ്പൊ ടീച്ചർമാരുടെ ഈ റാലൈൻ ബാക്കിൽ കൂടെ കാണുന്നുണ്ടെങ്കിൽ ബ്ലൗസിന്റെ ഉള്ളിൽ കൂടെ ഇതൊക്കെയാണ് പണ്ടത്തെ ഒരു ഇത്. ഇപ്പൊ കാലഘട്ടം മാറി മാറി വന്നതിനെ കൊണ്ട് ട്രെൻഡിങ് സാധനങ്ങൾ മാറി. ചില സെഷൻസിൽ ചില പേഷ്യൻസ് പറയാറുണ്ട്
പറയാറുണ്ട്, ലൈക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട്, തെറപ്പിസ്റ്റിന്റെ അടുത്ത് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നാറുണ്ട് എന്നൊക്കെ പറയുന്ന അതൊക്കെ എങ്ങനെയാ നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര ഒരു നമ്മള് പ്യൂർലി പ്രൊഫഷണൽ അല്ലേ, അപ്പൊ നമുക്കിത് നമ്മള് ഫേസ് ഡീൽ ചെയ്യാനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് നിങ്ങൾക്ക് വേറെ അതെ നമ്മള് അങ്ങനെ അയാളെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ലല്ലോ. ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ മൊളസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പോക്സോ കേസിലൊക്കെ പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സൈക്കോളജിസ്റ്റും ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ ഡിസ്പൈറ്റ് ഓഫ് ദ പ്രൊഫഷൻ, റേപ്പിസ്റ്റ് അല്ലെങ്കിൽ മൊളസ്റ്റർ ക്യാൻ ബി എ സൈക്കോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ എഞ്ചിനീയർ, ആരും ആവാം. അയാളുടെ പ്രൊഫഷൻ അല്ല. സൈക്കോളജിസ്റ്റ് അതിനെ കൊണ്ട് അയാൾ മൊളസ്റ്റ് ചെയ്യൂല എന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ ചിലപ്പോ ആ ഒരു രീതിയിലേക്കൊക്കെ എടുക്കുന്ന ഫ്രോഡായിട്ടുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റുമാരുണ്ട്. ഇതേപോലെയൊക്കെ ഉസ്താദുമാര്, അങ്ങനെയൊക്കെ കുറേ പേഷ്യൻസ്. ഇന്നലെയും കൂടെ ഒരു പേഷ്യന്റ് എന്നോട് പറഞ്ഞു, ഈ ഓദിപ്പിക്കുന്നതിന്റെ ഇടയിൽ കൂടെ അയാൾ എന്നെ അവിടെ തൊട്ട്. അപ്പൊ ഉമ്മേനോട് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ആ ഉസ്താദ് നിനക്ക് തോന്നിയതായിരിക്കും, അത് ഉസ്താദ് നീ പഠിക്കാത്തോണ്ട് കൈ പിച്ചാൻ വേണ്ടി വന്നതായിരിക്കും, അല്ലാതെ മതപരമായ ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യൂല എന്നൊക്കെ എന്തോരം കേസുകളുണ്ട് നമ്മുടെ നാട്ടിലെ ഇതേപോലെയൊക്കെ മതപരമായ. അപ്പൊ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഒരു കുട്ടി ഇത്രയും പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടീനെ നമ്മൾ പറയില്ലേ, ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിൽ നമ്മൾ കൂടെ തന്നെ കിടത്താൻ പാടില്ല. എന്താ വെച്ചാൽ അത് മാറ്റി കിടത്തിക്കൊള്ളണം. പിന്നെ പല മതങ്ങളിലും പറയുന്ന ഒരു കേസാണ് ഇങ്ങനെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്ത് അങ്ങനത്തെ പേഷ്യൻസുമായിട്ടൊക്കെ ഇതാക്കുമ്പോൾ അത് സമൂഹത്തോട് പല ചാനലുകളിൽ കൂടെ ഒക്കെ വിളിച്ച് പറയുമ്പോൾ എന്താ തോന്നുന്നത് അതിനെ പറ്റിയിട്ട്? ഇപ്പൊ ഇങ്ങനെ അങ്ങനെ മതപരമായിട്ടുള്ള കമന്റുകൾ വരാറുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയാണ് കമന്റ് വന്നാലും ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി വീട്ടിൽ ആളെ കയറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു പയ്യൻ മാസ്റ്റർബേഷൻ അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ, അവന് വല്ല സെക്ഷൽ OCD ഉണ്ടെങ്കിൽ ഒക്കെ എന്തായാലും നമ്മൾ തന്നെ വേണം എല്ലാവർക്കും. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട്, മാമിന് വളരെ റോങ് ആയിട്ടൊക്കെ കരുതിയ നമുക്കൊരു അനുഭവം വന്നപ്പോഴാണ് നമുക്കിത് മനസ്സിലായേ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ കമന്റുകളൊക്കെ ഭയങ്കര മോശം കമന്റുകളൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നല്ല കമന്റ് പറയുന്ന കുറച്ച് ആൾക്കാർ, അതായത് ഇവിടുന്ന് മാറിപ്പോയി. അതായത് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, അന്നൊരു ക്ലയന്റ് മാറിപ്പോയി. ആളിപ്പോ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ എതിർക്കും. അതായത് നമ്മള് പറയുന്നത് വെച്ചാൽ നമുക്കിപ്പം ഇപ്പൊ പറഞ്ഞല്ലോ, പ്രൊഫഷൻ എന്ന് വെച്ചാൽ പ്രൊഫഷനിൽ കയറി കഴിഞ്ഞാൽ പ്രൊഫഷണലാണ്. നമുക്ക് പേഴ്സണൽ സാധനങ്ങളൊക്കെ നമ്മളത് പുറത്ത് വെച്ചിട്ടാ വരിക. അവര് പറയുന്നതിന് എന്തും നമുക്ക് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫേസിൽ ഒരു മാറ്റം വന്നാൽ വരെ അത് ട്രീറ്റ്മെന്റിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പം മെഡിസിൻ പ്രൊഫഷണൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ അങ്ങനെയില്ല, മെഡിസിൻ അതാണ് വർക്ക് ചെയ്യുക. പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ മുഖഭാവം പോലും, അതായത് ഇപ്പം നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് ഞാൻ മാമിന്റെ മുന്നിൽ ഇരുന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചൊരു ക്ലൈന്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റൂല, മുഖം അങ്ങനത്തെ പറ്റൂല, നിങ്ങൾ എന്ത് സെക്ഷൽ ഡീവിയൻസ് അസുഖമായിട്ട് വന്നാലും പറ്റൂല. റിസപ്ഷനിലേക്ക് പെട്ടെന്ന് വിളിച്ചു. അവിടുന്ന് നമ്മളെ സ്റ്റാഫ്സ് മെയിൽ വന്നു, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അവിടെ തന്നെ നിന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ മാഡം ഞാൻ വെറുതെ ചോദിച്ചെന്നല്ലോ. അല്ല, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് പിന്നീട് വാ, നമ്മളിത് പ്രൊഫഷണൽസ് ആണ്, അല്ലാണ്ട് ഇത് മസാജ് സെന്റർ അല്ല. എത്രയോ പേര് ഇവിടെ വിളിച്ചിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വിളിച്ചിട്ട് മസാജ് സെന്റർ എന്തൊക്കെയാ ചോദിക്കുന്ന അറിയോ? അപ്പൊ അത്രയും ഇതായിട്ടൊക്കെ നമ്മൾ ടെലികോളേജിനൊക്കെ ഭ്രാന്ത് വരും. എത്രയോ കോളുകൾ, ചില വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പറയും, മാഡം ഇങ്ങനത്തെ വീഡിയോ ഇടല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു, ചേച്ചി നമ്മളെ റിസപ്ഷനിസ്റ്റ് ചേച്ചിമാരോട്, ചേച്ചി ഇങ്ങനത്തെയൊക്കെ ചെയ്തു ഓരോരുത്തർ ഇവിടെ വന്ന് മാറിപ്പോണ ചേച്ചി കാണാറില്ല. അപ്പൊ ചേച്ചിക്ക് അറിയാം, കുറെ വർഷമായിട്ട് നമ്മളെ ക്ലിനിക്കില് അവർക്ക് ഇങ്ങനെയായിരുന്നു മാഡം മാറിപ്പോയി. അവര് പേഷ്യൻസ് തന്നെ ചിലപ്പോൾ പറയും, നമ്മൾ പറയില്ല, പേഷ്യൻസ് തന്നെ ചിലപ്പോൾ പറയും ഞങ്ങൾ മാറിപ്പോയിട്ടോ അങ്ങനെ ഒരു പ്രശ്നമായിരുന്നൊക്കെ. അപ്പൊ അവർക്ക് ബോധമായി. അപ്പൊ നമ്മുടെ റിസപ്ഷനിസ്റ്റുമാർക്കും ഫോൺ എടുക്കുന്ന ടെലികോളേജിനും ഒക്കെ അറിയാം. അപ്പൊ ഒരു ക്ലൈന്റ് നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവര് കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവിടെ മാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വരും. ഇപ്പം ഏറ്റവും ഹാപ്പിനെസ് തോന്നിയിട്ടുള്ള ഒരു സാറിപ്പോ 2-3 പങ്കുവെച്ചു, ഏറ്റവും ഹാപ്പിനെസ് തോന്നിയിട്ടുള്ള ഇപ്പൊ ഒരു ക്ലൈന്റ് നിങ്ങള് എന്താ പറയാ സംസാരിച്ച് റെഡിയാക്കി വിട്ട ഒരാള് പിന്നെ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോ അങ്ങനത്തെ ഹാപ്പിനെസ് തോന്നിയിട്ടുള്ള ഒരു മൊമെന്റും, അതുപോലെ തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് അയ്യോ ഇത് ഞാൻ എങ്ങനെ ചെയ്യും എന്ന് അങ്ങനെ ഭയങ്കര അതായത് ഭയങ്കര കഷ്ടപ്പെട്ട് റെഡിയാക്കി ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന അങ്ങനെ 2 തരത്തിലുള്ള ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തോന്നിയ
ഒരു വജനസ് പേഷ്യന്റ് കുറെ വർഷമായി 10 വർഷത്തിന് മുകളിലായി കല്യാണം കഴിച്ച് ഇവർ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അപ്പൊ ഇവർ വിചാരിച്ച ഇവർക്ക് സെക്സ് ചെയ്യാൻ പറ്റാത്തത് ദൈവം ശപിച്ചതാണ്, അങ്ങനത്തെ എന്തോ ഒരു തോട്ടിലൊക്കെ ആയിരുന്നു. അപ്പൊ അവര് വേറെ അവരുടെ ആങ്കർ ഇഷ്യൂവിന് എൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പൊ ഞാനാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇവർക്ക് വജനസ്മസ് ആണെന്നുള്ളത്. ഞാനതൊരു 8 സെഷനെ കൊണ്ട് മാറ്റി കൊടുത്ത് അങ്ങനെ കുട്ടി പ്രഗ്നന്റ് ആയി ഒക്കെ കഴിഞ്ഞ് ഇതുണ്ട് വണ്ടിയും പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടീനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞ് ഡിസ്ചാർജിന് സമയത്ത് വീട്ടിൽ പോവാണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് മാമിന് ജസ്റ്റ് കാണുന്നുണ്ട് കൈക്കുഞ്ഞ്. അന്ന് എനിക്ക് കുഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ശരിക്കും ഹോൾഡ് ചെയ്യാനൊന്നും അങ്ങനെ പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലോ. ആ കുട്ടീനെ എടുത്തിട്ട് ഇത് മാമിന്റെ കുഞ്ഞാന്നുണ്ട് അങ്ങോട്ട് തന്നു. നമ്മൾ ശരിക്കും സൈക്കോളജിസ്റ്റുകളെ കണ്ണ് നിറയരുത് എന്നാണ് എന്ത് പേഷ്യന്റ് കഥ പറഞ്ഞാലും എന്തായാലും നമ്മളെ ഇമോഷണൽ കപ്പാസിറ്റി അന്ന് ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇപ്പൊ ഞാനാകെ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്ന ചേച്ചി ഇതാക്കുന്നൊക്കെ നമ്മൾ കുറെ മുട്ടായി കയറ്റി വന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ശരിക്കും ഇതായ ഒരു കേസ്. പിന്നെ ഒരു ശരിക്കും വിഷമം തോന്നിയൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളസ്റ്റർ ആയിട്ടുള്ള ഒരു ഫാദർ ഒരു ദിവസം ഒരു കുട്ടീനെ കൊണ്ടുവന്നു. ഫാദർ തന്നെ മൊളസ്റ്റർ ആണ്. ഓക്കെ, പക്ഷെ ഈ കുട്ടി പറഞ്ഞാൽ കേൾക്കില്ല, സമ്മതിക്കുന്നില്ല, പഠിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞ് വച്ചിരിക്കുകയായിരുന്നു ഒരിക്കലും ഈ സാധനം അവിടെ പറയരുതെന്ന്. അപ്പൊ ആ ഫാദറിന്റെ ഒരു ധൈര്യം നോക്ക്, നമ്മളടുത്ത് ആ സാധനം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ മൊളസ്റ്റ് ചെയ്യുന്നത് പറയരുത് എന്ന് പറഞ്ഞിട്ട് സ്വന്തം അച്ഛനാണ്. ഓക്കെ, പറയരുത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഇവള് വേറെ എന്തൊക്കെയോ ഇവളുടെ സ്വഭാവം ശരിയില്ല. അപ്പൊ നമ്മള് മിനിമിനി നോക്കുമ്പോൾ ഇവളുടെ സ്വഭാവം എന്താ ശരിയാവാത്ത, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇയാൾക്ക് ഇതിന് വഴങ്ങാത്തതിന് അങ്ങനെയാണ് ഇയാൾ കൊണ്ടുവന്നത്. അപ്പൊ അയാൾക്ക് എന്തോ മാനസിക രോഗം ഉണ്ടാവും, സൈക്കോപാത്തായിരിക്കും. അപ്പം പിന്നെ ആ കേസ് ഞാൻ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇവള് കുറച്ച് സെഷൻസ് കഴിഞ്ഞാൽ ഇവള് ഓപ്പണായിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫാദർ ഇങ്ങനെ തൊടാറുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഫാദറിനെ വിളിച്ച് ചോദിച്ചു, നല്ലോണം പറഞ്ഞു, അത് റിപ്പോർട്ട് ചെയ്തു, മദറിനെ അറിയിച്ചു. ഇത്തരം കേസുകളിൽ ഉണ്ടല്ലോ നമ്മൾ അധിക കാര്യങ്ങൾ പേഷ്യന്റിന്റെ വിവരങ്ങളൊന്നും നമ്മൾ പുറത്ത് പറയില്ല. പക്ഷെ ഒരു ഡീവിയന്റ് ആൾ വന്നിട്ട് അയാൾ കൊലപാതകം ചെയ്യാനോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം അങ്ങനെ ആർക്കെങ്കിലും ആപത്ത് വരുന്ന എന്തെങ്കിലും കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് കോടതിയിൽ ഓർഡർ വന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഓ, ലാസ്റ്റ് ആഴ്ചയും കൂടെ ഞാൻ ഒരു ബോക്സ് കേസിന് പോയേ ഉള്ളൂ. ഒരു നൈബർ പിന്നെ റേപ്പ് ചെയ്തൊരു കേസിന് നമ്മളടുത്ത് അവർ ഡിപ്രഷനായി വന്നപ്പോൾ നമ്മളടുത്ത് നമ്മൾ ജഡ്ജി വിളിക്കും ഇതേപോലെ കേസിൽ കൂട്ടിക്കയറ്റി. അപ്പുറത്തുള്ള കേസിലെ മറ്റേ പ്രതിഭാഗം വക്കീല് നമ്മളെ കുറെ ചോദിക്കും, പൊരിക്കും, ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കേസുകളൊക്കെ വരാം. നാജിയ മാമിന്റെ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള അതുപോലെ ഏറ്റവും ഹാപ്പിനെസ് തോന്നിയിട്ടുള്ളതായിട്ടുള്ള ഒരു ക്ലൈന്റ് എക്സ്പീരിയൻസ് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ. എന്നാലും എനിക്കൊരു കേസ് ഉണ്ട്. ഒരു ഫെറ്റിഷ്യസ് ആയിട്ടുള്ള ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ 8 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും അയാൾക്ക് നോർമലി ഈ ആക്ടിവിറ്റീസ് ഒക്കെ അയാൾ നടത്തുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഏറ്റവും ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് വന്നിട്ട് എൻ്റെ പാർട്ട്ണർ സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് വന്നതാണ്. പക്ഷെ അത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് മാറി കഴിഞ്ഞതിന് ശേഷം അയാൾ പാർട്ട്ണറെ കൂട്ടിയിട്ട് വന്ന് എൻ്റെ മുന്നിൽ വന്ന് എനിക്ക് ഇത്രയും കാലം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് മാറി നിന്നത്. ഇപ്പോൾ ഈ മാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കുറച്ചും കൂടി ചലഞ്ച് വന്നപ്പോൾ മാം പറഞ്ഞ പോലെ ഒരു കേസ്, ഒരു പഠിക്കുന്ന ഒരു കുട്ടി എക്സാം ടൈമിൽ ഉറങ്ങുന്നില്ല, സ്ലീപ്പ് പാരാലിസിസ് ആണെന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് വേറെ സ്ഥലത്തു നിന്ന് റെഫർ ചെയ്തതായിരുന്നു. പക്ഷെ ആ കുട്ടി എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മാം എനിക്ക് ഈ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ടും ഞാൻ എൻ്റെ ഫാദറിനും മദറിനും കൂടെ കിടക്കുന്നത് അവരെന്നെ വേറെ മാറ്റി കിടത്തുന്നില്ല. പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ ഇന്ന് വരെ ഞാൻ അവരുടെ സെക്ഷൽ ആക്ടിവിറ്റീസ് മൊത്തം കാണുന്നുണ്ട്. പക്ഷെ എനിക്കിത് എൻ്റെ പാരൻസിനോട് പറയാൻ പറ്റില്ല, ഞാൻ ഇതൊക്കെ കണ്ടിട്ടാണ് ഉള്ളത് എന്നുള്ള ഒരു സാധനം. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം തോന്നി, എങ്ങനെയാണ് കുട്ടീനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. കാരണം പാരൻസ് എന്ന് വെച്ചാൽ അവൾ അത്രയും പാമ്പർ ചെയ്ത് വളരെ എല്ലാ കാര്യങ്ങളും നോക്കി അവർക്ക് എൻ്റെ അവളുടെ മുഖത്ത് എന്തെങ്കിലും മാറ്റം വരുമ്പോഴേക്ക് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവളോട് ഞാൻ ചോദിച്ചത് ഞാൻ പറയട്ടെ, അത് പാരന്റ്സ് അൺഅവെയർ ആണോ? അവർക്ക് അറിയില്ല, അവര് വിചാരിക്കും മോള് ഉറങ്ങാന്നല്ല. പക്ഷെ അവൾക്ക് ഇത് വല്ലാത്തൊരു ട്രോമ പോലെ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം ആ പാരന്റ്സിന് അത് പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറയുമ്പോൾ അവർ ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുള്ള ഒരു ഇമേജ് കാര്യങ്ങൾ അതിനൊക്കെ ബാധിക്കില്ല. അതെനിക്ക് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു മാനായിരുന്നു അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫുമായിട്ട് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് ആളുടെ അടുത്ത് ചോദിച്ച സമയത്താണ് ആൾക്ക് ഈ ഒരു പോൺ വീഡിയോ അഡിക്ഷൻ ഉണ്ട് ആൾക്ക്. അപ്പോൾ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വൈഫിനെ കാണുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഒന്നുമില്ല. അപ്പോൾ ആ ഒരു നോർമൽ ലേഡി കാര്യങ്ങൾ, അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നമ്മൾ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത്
ചെയ്ത് ഇങ്ങനെയൊക്കെ ലൈക്ക് കുറച്ചും കൂടി വേറെ സെൻസേറ്റ് ഫോക്കസ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആള് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതായിരുന്നു മെയിൻ ഇഷ്യൂ. ആൾക്ക് കുറേ ഇയേഴ്സായി എല്ലാവരും ചോദിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആൾക്ക് പിന്നെ കുറച്ച് ഒരു 5 സെഷൻസിൻ്റെ ഒക്കെ എടുത്തായപ്പോഴേക്കും പിന്നെ ആള് ലൈക്ക് ആ ഒരു പ്രഗാ കിച്ചൻ്റെ ഒരു ഫോട്ടോസൊക്കെ ഇങ്ങോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മാം ഇങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു വലിയൊരു നമുക്ക് തന്നെ ലൈക്ക് ഒരു എന്താ പറയുക അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. ഈ ഒരു ഇതിൽ നിൽക്കണ്ടേ സെക്ഷുവൽ സാധനങ്ങൾ എന്നുള്ള ആ ഒരു മീൻസ് കൺഫ്യൂഷന് ഇനി മുന്നോട്ട് പോവാം എന്നുള്ള ആ ഒരു നമുക്കൊരു ഉള്ളുന്നൊരു മോട്ടിവേഷൻ വരുമല്ലോ, ആ ഒരു സാധനം വന്നിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു. പിന്നെ ഇതുപോലത്തെ കുറച്ച് ഡീവിയേഷൻസ് പോലത്തെ കേസസ് വരുന്ന സമയത്ത് കുറച്ച് ചാലഞ്ചിങ് ആണ്. എങ്ങനെ അത് ഡീല് ചെയ്യണം, മുന്നോട്ടേക്ക് ഇത് സക്സസ്ഫുൾ ആവൂലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഈവൻ ക്ലയൻസ് നമ്മളുടെ അടുത്തേക്ക് ലൈക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും കുറച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളും ലേഡീസ് തന്നെയാണ്. സോ നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വരും. പക്ഷെ നമ്മളത് ലൈക്ക് മാനേജ് ചെയ്ത് പോകും, പ്രൊഫഷണൽസ് ആണ്. പക്ഷെ എന്നാലും കുറച്ച് ചാലഞ്ചിങ് ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ. സാറിന്റെ നമ്മള് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ ഡീവിയേഷനിൽ വരാറുണ്ട്. അതായത് ഇപ്പം ഡീവിയേഷനിൽ നമുക്ക് കുറെ കാറ്റഗറീസ് ഉണ്ടെങ്കിലും ചില ഡീവിയേഷൻസിൽ നമ്മൾ സ്റ്റെക്കായി പോവാറുണ്ട് ചില പോയിന്റ്സിൽ. പിന്നെന്ന് വെച്ചാല് ചിലരുടെ ഫാമിലി സപ്പോർട്ട് ലാക്ക് ചെയ്യാൻ, അവരുടെ കൂടെ വരാൻ ആരുമില്ല, അവര് പകുതിയിൽ നിർത്തിപ്പോവും അവരുടേതല്ലാത്ത നമ്മുടേതല്ലാത്ത റീസൺസ് കൊണ്ട്. അപ്പൊ നമുക്കൊരു ഇതാണ്, അതായത് നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ കേസസ് വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽസിലൊക്കെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അവിഹിതം എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും അതാണ്. ഇതിപ്പം സീരിയല് കണ്ടാലും സിനിമ കണ്ടാലും എപ്പോഴും പണ്ട് മനോരമ വീക്കിലിയിലൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ ഇതെങ്കിൽ ഇപ്പൊ യൂട്യൂബിലാണ് അത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത്. നിങ്ങളെ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരാളാണ് എന്ത് ചെയ്യണം. അപ്പൊ ഈ ഇങ്ങനത്തെ കേസുകൾ നിങ്ങൾക്ക് വരാറുണ്ടോ? എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലുള്ള കേസുകൾ എല്ലായിടത്തും വരാറുണ്ട് അല്ലേ? എക്സ്ട്രാ മാരിറ്റൽ സാധനങ്ങള്. അപ്പൊ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഭാര്യനോട് താല്പര്യമില്ല, എനിക്ക് അവളോട് താല്പര്യം വരുന്നു, കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോയി ഇമോഷണൽ അഫെയർ ആയിട്ട് വരുന്നവർ. അപ്പൊ അതില് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ബൗണ്ടറി ക്രോസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കണ്ടേ. നമ്മളൊരു മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി നീ എനിക്ക് വേണ്ടി എല്ലാ സുഖലോൽപ്പങ്ങളും വിട്ട് നമുക്ക് എന്ന് പറഞ്ഞൊരു ലോകം ഉണ്ടാക്കാം, ഫാമിലി ബിൽഡപ്പ് ചെയ്യാന്നുള്ളൊരു പ്രോമിസ് അല്ലേ. അപ്പൊ അത് ബ്രീച്ച് ചെയ്തുകൊണ്ട് പിന്നെ പോയി ചീറ്റിങ് ചെയ്യാൻ പാടില്ല. ചീറ്റ് ഒരാളിൽ ഒതുങ്ങൂല എന്ന് തോന്നിയ പിന്നെ കല്യാണം കഴിക്കരുത് അയാൾ. അങ്ങനെയാണ് മതപരമായിട്ട് നമ്മൾ കല്യാണം കഴിക്കാണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇങ്ങനെ പോയി ചീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് കഴിക്കാണ്ടിരിക്കണായിരിക്കും നന്നാവുക. എന്താ വെച്ചാൽ കല്യാണം കഴിച്ചായിട്ട് പിന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ പോകരുത്. അപ്പൊ എഫ്ഐആറിലായാലും പാർട്ട്നേഴ്സിന്റെ തന്നെ ബുദ്ധിമുട്ട് കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് കേസസ് വരുന്നുണ്ട്. സെക്ഷൽ അഫെയർ വരുന്നുണ്ട്. ഒരു റിവെഞ്ച്, അതായത് എന്റെ പാർട്ട്ണർ വേറെ ഒരാളടുത്ത് പോയി, അപ്പൊ അതിന് റിവെഞ്ച് ചെയ്തിട്ട് ഞാൻ വേറെ ഒരാളെ സെലക്ട് ചെയ്യുന്ന. പിന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഓപ്പൺ കപ്പിൾസ്, അങ്ങനെ പല വെറൈറ്റി അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസ്ബൻഡിനെയും സ്വാപ്പ് ചെയ്യാന്ന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ മാത്രം നമ്മൾ കേൾക്കാം. അത് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ, ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്യാൻ, ആ ഒരു ടോപ്പിക് തന്നെ മാറിപ്പോയി. പിന്നെ നമ്മൾ എല്ലാം കവർ ചെയ്തു തോന്നുന്നില്ല. എന്തെങ്കിലും ആ പീഡോഫൈൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളോട് മാത്രം ഇറക്ഷനും താല്പര്യവും ഒക്കെ വരുന്ന പ്രായപൂർത്തിയാവാത്ത കുട്ടികളോട് ക്രിമിനൽ ഒഫൻസ് ആണ്. അതിൽ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ എന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിട്ട് ഒരു സംഭവം ചോദിക്കാണ്. അതായത് നമ്മളിപ്പോ ആരോട് ചോദിച്ചാലും ഡിപ്രഷനാണ്, ഇത് സങ്കടം വന്നാലും ഒരു ഡിപ്രഷൻ, ഞാൻ ഡിപ്രഷനിലാണ്. ശരിക്കും ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ക്ലിനിക്കൽ ടേം, അതും ഈ ഒരു സങ്കടവും അതിപ്പോ എല്ലാരും ചോറ് കഴിക്കുന്ന പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് അത്. എന്തെങ്കിലും അതിന് പറയണേലും വല്ല കാരണം അത് നമ്മൾ ഇനി ഇപ്പൊ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ ഡിപ്രഷൻ ആവുള്ളൂ. അല്ല അങ്ങനെയല്ല, ഡിപ്രഷന് കുറച്ച് ക്ലിനിക്കൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തെങ്കിൽ കൊളോക്കിയലി നമ്മൾ ആ ടേം യൂസ് ഒരു 2 weeks എങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോ മൂഡ് അങ്ങനെയുള്ള കുറച്ച് ഒരു 5-6 സിംറ്റംസ് ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് മിനിമം 2 weeks എങ്കിലും ഉണ്ടാകും. ഡെലൂഷൻ ഡിസോർഡർ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൈക്കോസെക്ഷൽ ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത കുറച്ചാണ് ഡിപ്രഷൻ, ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡർ, ആൻസൈറ്റി ഡിസോർഡർ, OCD പറഞ്ഞെല്ലാരും
പിന്നെ എന്തൊക്കെയാ വേറെ സൈക്കോസോമാറ്റോഫോം ഡിസോർഡേഴ്സ്, ഹൈപ്പോകോൺഡ്രിയാസിസ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, എല്ലാം മനസ്സിലാവും. ഇതൊക്കെ എല്ലാരും ഡിസോർഡർ ഇങ്ങനത്തെ കുറെ ഇതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അതിന്റെ കാര്യങ്ങൾ കിട്ടും ഒരുപാട് ആൾക്കാർ. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊന്നും പറ്റി പഠിക്കാൻ ആൾക്കാർ സമയം എടുക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഓഡിയൻസിന്റെ അടുത്ത് അതാ പറയാനുള്ളത്, നമുക്കുള്ള എഡ്യൂക്കേഷൻ ആണ് നമുക്കുള്ള എല്ലാ സാധനവും. നമ്മുടെ ജീവിതം സ്മൂത്ത് ആയിട്ട് ഇത്തരം സാധനത്തിൽ നിന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് വരും. അതെന്തോ ഒരു പ്രകൃതി നിയമം പോലെയാണ്, അവരങ്ങനെ ആയതുകൊണ്ടാണ് അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു നിങ്ങളെ പോലുള്ള സൈക്കോളജിസ്റ്റുകളെ ഇത്തരം കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതിൽ നിന്നും പുറകിലോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ എന്തായാലും ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെ, ടേംസും കാര്യങ്ങളും ഡിസോർഡർ, നമ്മുടെ സൈക്കോ സെക്ഷൽ രീതിയിൽ വരുന്ന ഡിസോർഡേഴ്സും അതിന്റെ അടിയിലുള്ള കാര്യങ്ങളും ടേംസ് ഒന്നും എനിക്ക് തന്നെ റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും അതിനെല്ലാവരും മലയാളം പദം കാണും, ഒരു കണ്ടീഷണൽ അവസ്ഥ ഉണ്ടാവും, അതിന്റെ പേരറിയില്ലെങ്കിലും. അപ്പൊ എനിക്ക് പറയാനെന്താ വെച്ചാല്, ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഓപ്പൺ അപ്പ് ആവാം. നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിനാണ് ഇവരെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ നമുക്ക് ചുറ്റും ഉള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തെറാപ്പി എടുക്കേണ്ട സമയത്ത് തെറാപ്പി തന്നെ എടുക്കുക. ഈ തെറാപ്പിയും കൗൺസിലിങ്ങും ഒന്നാണ് മാം? അല്ല, വ്യത്യാസമുണ്ട്. കൗൺസിലിംഗിൽ നമുക്ക് കൂടി കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ടാവും, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ. തെറാപ്പി എന്ന് പറയുമ്പോൾ അത് മൊഡ്യൂൾസുകൾ പോലെ ഇങ്ങനെ ഈ സെഷനിൽ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക, അടുത്ത സെഷനിൽ ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇൻസൈറ്റ് മൊഡ്യൂൾസ് പോലെ ഓർഡറിൽ തന്നെ പോയി ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം ഈ അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖങ്ങളാണ്. ഇതൊന്നും വെച്ചോണ്ടിരിക്കാതെ എവിടെയാച്ചാ നമ്മളിലേക്ക് വരണം എന്നല്ല കേട്ടോ. ഞാൻ അത് പറയും കമന്റിന്റെ ഇടയിൽ, ഇവർക്ക് പേഷ്യന്റ് വരാൻ വേണ്ടി കമന്റ് കണ്ട് മടുത്തു. അപ്പോൾ ആരുടെ അടുത്താണെങ്കിലും ശരി, ഇതില് അതെ, നമ്മളിപ്പോ ഇത്രയും പേഷ്യൻസിന്റെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇവരുടെ ഒരു കരിയറിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമിലർ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ കഥ പറയുമ്പോൾ 10-15 ആൾക്കാർക്ക് അത് കൊറിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെ, ഇവർ പറഞ്ഞ ഈ കഥകളിൽ ഇതുപോലത്തെ സാഹചര്യങ്ങളിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആൾക്കാർക്ക് അറിയാത്തതിനെ കൊണ്ട്. അപ്പൊ നമ്മൾ ഓരോ കമന്റ് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ അവൻ വിവരമില്ലാത്തോണ്ടല്ലേ കമന്റ് അടിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ആരും മടിക്കണ്ട, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണേണ്ട സാഹചര്യങ്ങളിൽ കാണുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സെഷൻ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എനിക്കൊരു ഇൻ്റർവ്യൂ പോലെ തോന്നിയിട്ടേ ഇല്ല. നല്ല എൻ്റെ കുറേ ഡൗട്ടുകളൊക്കെ എനിക്ക് ക്ലാരിഫൈ ആയ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരുപാട് അവരുടെ എക്സ്പീരിയൻസ് ഈ ഒരു ത്രൂ ഔട്ട് അവരുടെ ഈ ഒരു കരിയറിലുള്ള ഒരുപാട് ക്ലയൻറ്റുകളുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള നല്ല ഒരു അടിപൊളി സെഷനായിരുന്നു ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ ഇത്രയും അടിപൊളിയാക്കിയ അമീന മാഡം, നാജിയ മാഡം, അനഘ മാഡം, അതുപോലെ അഭിനന്ദ് സർ, എല്ലാവർക്കും ഓക്കെ. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒരു സാഹചര്യം എനിക്കിവിടെ കിട്ടിയതിലും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.